നമ്മുടെ ഇന്നത്തെ സ്വാഗത പ്രഭാഷണത്തിന് വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ശ്രീ ഷാബു പ്രസാദ് ജിയാണ് ആദ്യം സ്വാഗത പ്രസംഗം. സന്ദീപ് വാചസ്പതിജി എഴുതിയ പുസ്തകം വഞ്ചനയുടെ 100 വർഷം, താഷ്കന്ത് മുതൽ ശബരിമല വരെ എന്നുള്ള പുസ്തകത്തിന്റെ പബ്ലിക്കേഷൻസിന്റെ റൈറ്റ്സ് ശ്രീ ഷാബു പ്രസാദ് ജി ആണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനമായ വേദ ബുക്സ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ചെറിയ ഒരു സ്വാഗത രീതിയിൽ ആ പുസ്തകത്തിന്റെ പിന്നെ പബ്ലിക്കേഷൻസിന്റെ കാര്യം ചെറിയ വിശേഷങ്ങളും ശ്രീ ഷാബുജി നമ്മളോടൊപ്പം പങ്കുവെക്കുന്നതായിരിക്കും. ഷാബുജി എല്ലാവർക്കും അറിയാം, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മുൻ കുരുക്ഷേത്ര ബുക്സിന്റെ എന്താ പറയുന്ന മാനേജറും ഇപ്പോൾ വേദ ബുക്സിന്റെ മേധാവി ആണ്. നിരവധി മനോഹരമായ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അതിജീവനത്തിന്റെ അഗ്നിനാണയങ്ങൾ, ഗാന്ധിവധം, അവഗണിക്കപ്പെട്ട നാൾ വഴികൾ, ഇതെല്ലാം അദ്ദേഹം പുസ്തക രൂപത്തിൽ ചേർത്തിട്ടുണ്ട്. ഇനി അവസാനം അവരുടെ വരുന്ന പബ്ലിക്കേഷൻസ് ഏതാന്ന് വെച്ചാൽ വന്ന പബ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, BR അംബേദ്കറിന്റെ പാകിസ്ഥാൻ ആൻഡ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഈ പുസ്തകത്തിന്റെ മലയാള തർജ്ജമയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. തർജ്ജമ ചെയ്തിരിക്കുന്നത് ജഗത് ജയപ്രകാശ് ആണ്, പ്രൊഫസറാണ് ജമ്മുവിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ. അതുപോലെ ഞാൻ ഇന്നത്തെ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകാൻ ഞാൻ എൻ്റെ വേദി പോഡിയം ഞാൻ ശ്രീ ഷാബുജിക്ക് നൽകുന്നു. ഓവർ ടു യു. നമസ്കാരം. ഒരിക്കൽ കൂടെ ഇപ്പൊ ഈ അർഷവിദ്യാ സമാജത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തേക്ക് തിരിച്ചു വരുന്നത് പോലെയാണ്. കാര്യം പല പ്രാവശ്യം പല വിഷയങ്ങളിൽ ഇവിടെ വന്ന് നിങ്ങൾ ഓരോരുത്തരുമായിട്ടും സംവദിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ആദ്യം തന്നെ ആർഷവിദ്യാ സമാജത്തോടും ഇതിന്റെ ഈ ലൈവ് ഇങ്ങനെയുള്ള ഇതിന്റെ മുഖ്യ സംഘാടകനായ ശ്രീ രാഹുൽജിയോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വീണ്ടും വീണ്ടും എനിക്ക് ഇതുപോലെ ഓരോ അവസരങ്ങൾ തരുന്നതിന്. ഇവിടെ ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു മിഷനാണ്, ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടെന്നാൽ കേരളം ഇന്ന് കടന്നു പോകുന്നത് ഒരുപാട് ഭീഷണികളിൽ കൂടെയാണ്. ഒരുപാട് വെല്ലുവിളികൾ ഇവിടെയുണ്ട്. ഈ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പലതുമുണ്ട്, നമുക്ക് പറയാൻ ധാരാളം വെല്ലുവിളികളുണ്ട്. ഇവിടെ തൊഴിലില്ലായ്മയുണ്ട്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതിന്റെ, വ്യവസായങ്ങളില്ലാത്തതിന്റെ പ്രശ്നമുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, കൃഷി ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്, കൃഷിഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേരളത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത്രയും മനോഹരമായ തീരദേശവും വർഷത്തിൽ 6 മാസം മഴയും എല്ലാം കൊണ്ടും പ്രകൃതിയും ഈശ്വരനും കനിഞ്ഞനുഗ്രഹിച്ച ഈ നാടിന് എന്തുകൊണ്ടാണ് ഇത്ര വലിയ കെടുതികളിൽ കൂടെ, ഇത്ര വലിയ ദുരന്തങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നത് എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിനെല്ലാം കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ കുറച്ച് ഷാർപ്പായിരിക്കും, അത് ഹാർഷായിരിക്കും. സത്യം എന്നത് പലപ്പോഴും അപ്രിയമാണ്, അത് പലപ്പോഴും വേദനിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ മൂർച്ചയുള്ളതായാൽ അത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, അടിസ്ഥാനപരമായ കേരളത്തിന്റെ പ്രശ്നം എന്നുള്ളത് ഒരൊറ്റ പ്രശ്നമാണ്. അത് ഒരു കാലത്ത് ലോകത്തിന്റെ മുഴുവൻ പ്രശ്നമായിരുന്നു. തുറന്നു തന്നെ പറയുന്നു, അത് കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനവുമാണ്. ആ ഒരൊറ്റ പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് നമ്മൾ ഇത്ര കടുപ്പിച്ചു പറയേണ്ട കാര്യമുണ്ടോ?
എന്ന് ചോദിച്ചാൽ പറയേണ്ട കാര്യമുണ്ട് എന്ന് തന്നെ പറയാം. ആലോചിച്ചു നോക്കണം. നമ്മുടെ കൺമുമ്പിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. സ്വന്തം നാട്ടിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട് ആ പേര് പറഞ്ഞാൽ പേപ്പട്ടിയെ പോലെ ആൾക്കാർ ഓടിച്ചിട്ട് തല്ലുന്ന ആ ഒരവസ്ഥയിലുള്ള ഒരു വ്യക്തി, ലോകത്തിലെ, അതായത് മാനവ ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായ ഒരു കൊലയാളി നേതാവ്, അങ്ങനെ ഒരു രാക്ഷസീയതയുടെ എല്ലാ എക്സ്ട്രീംസിലും നിൽക്കുന്ന സ്റ്റാലിൻ എന്ന ഒരു വ്യക്തിയെ, സ്റ്റാലിൻ എന്ന ആ ഭീകര നേതാവിനെ ആരാധിക്കുന്ന ഒരു സ്ഥലം ഈ ഭൂമിക്ക് മുകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. സ്റ്റാലിന്റെ ചിത്രം വെച്ച്, സ്റ്റാലിന്റെ ജന്മനാടായ ജോർജിയയിൽ പോലും സ്റ്റാലിൻ എന്ന പേര് പറഞ്ഞാൽ നാട്ടുകാർ തല്ലും. പതിറ്റാണ്ടുകളോളം അടക്കി ഭരിച്ച സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ റഷ്യയിൽ ഇന്ന് സ്റ്റാലിൻ എന്ന പേര് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല. നാട്ടുകാർ കൊല്ലും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ സ്റ്റാലിൻ ഇന്ന് ഭൂമിക്ക് മേളിൽ എവിടെയെങ്കിലും ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ സഹ്യന് പടിഞ്ഞാറ് വശമുള്ള ഈ ഒരു തുണ്ട് ഭൂമിയിൽ മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൊലപാതക യന്ത്രം, ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൊലപാതക യന്ത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചെഗുവേര ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും ഈ പരശുരാമ ഭൂമിയിൽ മാത്രമാണ്. മനോരോഗിയായ കൊലപാതകിയായ കിം ജോങ് യുൻ, നോർത്ത് കൊറിയയുടെ പരമോന്നത നേതാവ്, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത നേതാവ്, സ്വന്തം മാതുലനെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് വേട്ടപ്പട്ടികളുടെ മുമ്പിലേക്ക് പച്ച ജീവനോട് എറിഞ്ഞുകൊടുത്ത് അത് നോക്കി രസിക്കാൻ മാത്രം ആ മാനസികാവസ്ഥ, എന്തൊരു മാനസികാവസ്ഥയാണെന്ന് ആലോചിച്ചത്. ആ മാനസികാവസ്ഥയുള്ള മനുഷ്യനെ ചിത്രം വെച്ച് ആരാധിക്കുന്ന ഒരേയൊരു സ്ഥലം ഈ കേരളം മാത്രമാണ്. എന്തുകൊണ്ട്? ഒറ്റ ഉത്തരമേ ഉള്ളൂ: കമ്മ്യൂണിസം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ പ്രത്യയശാസ്ത്രം ഒരു സമയത്ത് ലോകത്തിന് മുഴുവൻ ഭീഷണിയായി നിന്നിരുന്ന പതിറ്റാണ്ടുകളുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള 50 വർഷത്തോളം, 91-92 കാലം വരെ ലോകം ഒരു 3-ാം ലോകമഹായുദ്ധത്തിന്റെ മുൾമുനയിലായിരുന്നു. ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിന്റെ 1/3 അടക്കി ഭരിച്ചിരുന്നു. ഭയാനകമായിരുന്നു. ആ കാലത്ത് ജീവിച്ചിരുന്നവർക്ക്, ആ കാലത്ത് നല്ല ഓർമ്മയോടുകൂടി ജീവിച്ചിരുന്ന പഴയ തലമുറയോട് ചോദിച്ചാൽ അറിയാം എത്ര ഭയാനകമായിരുന്നു ആ അവസ്ഥ. ഇത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഇത് കാണാതിരുന്നിട്ടും കാര്യമില്ല. അങ്ങനെ ലോകത്തിന് വേണ്ടാത്ത, ലോകം തിരസ്കരിച്ച, ഈ ഭാരതത്തിൽ തന്നെ 90% പ്രദേശങ്ങളും തിരസ്കരിച്ച ആ ഒരു പ്രത്യയശാസ്ത്രം, അതിൻ്റെ എല്ലാവിധ ഭീഷണമായ മുഖത്തോടുകൂടിയും ശക്തമായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ഈ ചർച്ച എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ്. കാരണം മുമ്പിലുള്ളത് വളരെ ശക്തമായൊരു ഭീഷണിയാണ്. ആ ഭീഷണിയെ മറികടക്കാനുള്ള ഓരോ സ്റ്റെപ്പും, അത് എത്ര ചെറുതായിക്കൊള്ളട്ടെ, അത് വളരെ പ്രധാനമാണ്. അതാണ് എൻ്റെ പ്രിയ സ്നേഹിതനും സഹോദരനും എല്ലാമായ സന്ദീപ് വാചസ്പതി നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം എഴുതിയ ഈ പുസ്തകം, വഞ്ചനയുടെ 100 വർഷങ്ങൾ, താഷ്കന്റ് മുതൽ ശബരിമല വരെ, എത്ര അന്വർത്ഥമാണെന്നറിയോ ആ പേര്. വഞ്ചനയുടെ 100 വർഷങ്ങൾ. 1922 അവരുടെ എന്നാണ് അവർ ഫോം ചെയ്തതെന്ന് അവരുടെ ഇടയിൽ തന്നെ തർക്കമുണ്ട്.
എന്തായാലും പഴയ സോവിയറ്റ് യൂണിയനിലെ താഷ്കന്റിന്റെ ഏതോ തെരുവുകളിൽ ജനിച്ചു വീണ് നമ്മുടെ ഭാരതത്തിൽ ഒരു ക്യാൻസർ പോലെ പടർന്ന ഈ പ്രസ്ഥാനത്തിന്റെ വഞ്ചനയുടെ ചരിത്രമാണത്. ഈ പ്രസ്ഥാനം സമം വഞ്ചന എന്ന് പറഞ്ഞാൽ അത് പര്യായ പദങ്ങൾ തന്നെയാണ്. കാരണം ഓരോ നിമിഷവും ഓരോ അണുവിലും ചതിയിലും വഞ്ചനയിലും നുണയിലും മാത്രം, നുണയിൽ ജനിച്ച് നുണയിൽ വളർന്ന് നുണയിൽ ജീവിക്കുന്ന ഒരു വലിയ നുണയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്, കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. ആ വഞ്ചനയുടെ ചരിത്രമാണ്, 100 വർഷത്തെ വഞ്ചനയുടെ ചരിത്രമാണ് ശ്രീ സന്ദീപ് വാചസ്പതി ആധികാരികമായ രേഖകളോടുകൂടി, ആർക്കും നിഷേധിക്കാനാവാത്ത രേഖകളോടുകൂടി ഇവിടെ ഈ ലഘുഗ്രഹത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത് ഒരു വലിയ, വളരെ വളരെ വലിയ ഒരു ദൗത്യമാണ്, ദൈവികമായ ദൗത്യമാണ്. ഈ സംഭാവന, ഈ കോൺട്രിബ്യൂഷന്റെ പേരിലായിരിക്കും സന്ദീപ് വാചസ്പതിയെ നാളെ കേരള സമൂഹം ഓർമ്മിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. കേവലം ഒരു പിടി പുഷ്പങ്ങൾ കൊണ്ട് ഈ വഞ്ചനയുടെ പ്രസ്ഥാനത്തിന്റെ നെറുകന്തല പിളർന്ന ആ ചങ്കുറപ്പിന്, ആ വഞ്ചനയുടെ നെടുങ്കോട്ടയിലേക്ക് നെഞ്ചു വിരിച്ച് കടന്നു ചെന്ന ആ വിപതി ധൈര്യത്തിന് കേരളം എന്നും സന്ദീപ് വാചസ്പതിയോട് കടപ്പെട്ടിരിക്കും. ഇത് എൻ്റെ പ്രിയ സുഹൃത്തിനോടുള്ള ഒരു മുഖസ്തുതി പറച്ചിലല്ല, ഇത് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് പറയുന്നത്. ആ ഒരു കാലത്ത് നമുക്കൊക്കെ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞു, നമുക്കിതൊക്കെ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. എനിക്കറിയാം ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത് ശ്രീ സന്ദീപിന്റെ വാക്കുകൾക്ക് വേണ്ടിയാണ്, വാക്കുകൾ ശ്രവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ധാരാളം പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, ഇനിയും നമ്മൾ കാണുമെന്നാണ് ശ്രീ രാഹുൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാന് എന്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഈ ധന്യമായ സായാഹ്നത്തിലേക്ക് എന്റെ പ്രിയ സഹോദരൻ സന്ദീപ് വാചസ്പതിയെ സ്വാഗതം ചെയ്യുക എന്ന ഒരു ഔപചാരികമായ, പലപ്പോഴും ഔപചാരികത നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും അദ്ദേഹത്തെ വളരെ ഹൃദയപൂർവ്വം നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകളിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഇനിയും നമുക്ക് ശ്രീ സന്ദീപ് വാചസ്പതിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കാം. നന്ദി, നമസ്കാരം. വളരെ നന്ദി ഷാബുജി, താങ്ക് യു വെരി മച്ച് ഈ നന്ദിയേറിയ വാക്കിന്. ശരി, ഓക്കെ, ശരി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മെയിൻ അതിഥിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സന്ദീപ് വാചസ്പതി BJPയുടെ യുവത്വത്തിന്റെ പുതിയ മുഖം കേരളത്തിലെ. കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന്റെ പ്രവർത്തകൻ, അതിൽ കൂടെ വളർന്നു വന്നു. പിന്നീട് ബാലഗോകുലത്തിൽ നിരവധി ചുമതലകൾ വഹിച്ചു. ഖണ്ഡ് കാര്യവാഹ്, ബാലഗോകുലം ജില്ലാ, താലൂക്ക് എന്നീ പദവിയിൽ തന്റെ ചുമതലകൾ വഹിച്ചു. പിന്നീട് പഠനം പൂർത്തിയാക്കി MA ജേർണലിസത്തിലാണ് ബിരുദം നേടിയത്. ഏഷ്യാനെറ്റിൽ ട്രെയിനിങ് ജേർണലിസ്റ്റ് ആയിട്ട് 6 വർഷം ഉണ്ടായിരുന്നു. പിന്നെ സീനിയർ ജേർണൽ റിപ്പോർട്ടറായിട്ട് ചെയ്തു. അതിനുശേഷം മാതൃഭൂമിയിൽ ചീഫ് റിപ്പോർട്ടർ ആയിട്ട് ഡൽഹി, കോട്ടയം, തിരുവനന്തപുരം ബേസ് ചെയ്ത് അദ്ദേഹം പ്രവർത്തിച്ചു. കുമ്മനം രാജേട്ടൻ നയിച്ച വിമോചന യാത്രയിൽ മീഡിയ കൺവീനർ ആയിരുന്നു. അതുപോലെ തന്നെ K. സുരേന്ദ്രൻജി, നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം നയിച്ച വിജയയാത്രയിൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്നു. നിരവധി കേന്ദ്ര ദേശീയ നേതാക്കന്മാരുടെ പ്രസംഗത്തിന്
മലയാള തർജ്ജമ അല്ല ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായി. സുഷമ സ്വരാജ് ജി, മനോഹർ പരിക്കർ, രാജ്നാഥ് സിംഗ്, പിന്നെ അനുരാഗ് ഠാക്കൂർ, ഇവരെല്ലാവരും നിങ്ങൾക്ക് പരിചിതരാണ്. അതേപോലെ തന്നെ ഈ അടുത്ത ഏറ്റവും അവസാനം ആലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്കുള്ള കാൻഡിഡേറ്റായി അദ്ദേഹം BJPക്ക് വേണ്ടി മത്സരിച്ചു. അദ്ദേഹത്തിന് ആദ്യമേ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ആർഷവിദ്യാ സമാജത്തിന്റെ പേരിൽ ഇവിടെ വന്ന് ഞങ്ങളെ ലൈവിൽ വരാൻ, പരിപാടിക്ക് വരാൻ താങ്കൾ സമ്മതം തന്നതിനും എല്ലാവിധ ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഒരുപാട് സന്തോഷം സന്ദീപ് ജി. ആർഷവിദ്യാ സമാജത്തിന്റെ എല്ലാ കുടുംബാംഗങ്ങളുടെ വകം താങ്കൾക്ക് സ്വാഗതം, ഹൃദയം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു രാഹുൽ. ശ്രീ സന്ദീപ് ജി, ഇനിയും ഞാൻ കൂടുതൽ വെച്ച് നീട്ടുന്നില്ല. അങ്ങയുടെ ആദ്യത്തെ കൃതിയായ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് കടന്നാലും. ചോദ്യമായിട്ടുണ്ടോ? ചോദ്യങ്ങളാണോ? അതിനുശേഷം ആദ്യം സന്ദീപ് ജി പുസ്തകത്തിന്റെ ഉള്ളടക്കം പറഞ്ഞോളൂ. അതിനുശേഷം പ്രേക്ഷകർ ഓരോ ചോദ്യം ഉന്നയിക്കും, അതനുസരിച്ച് അങ്ങനെ നമുക്ക്. ഓക്കെ, ആയിക്കോട്ടെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ ഷാബു പ്രസാദ് ജി, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. ആദ്യ കൃതി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുത്താവുന്ന ഒരാൾ ഷാബുച്ചേട്ടനാണ്. കാരണം ഷാബുച്ചേട്ടന്റെ ഒരു നിർബന്ധവും ശാസനയും ഒക്കെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചത്. സ്വതവേ ഞാനൊരു മടിയനാണെന്നാണ് എല്ലാവരും പറയുന്നത്. കുറെ കാലമായ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ് ഇത് എഴുതാനൊക്കെ തുടങ്ങിയത്. പക്ഷെ എഴുതി ഓരോ ദിവസവും ഇങ്ങനെ നാളെ ആട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവസാനം ഷാബുച്ചേട്ടന്റെ സ്നേഹപൂർവമായ അല്പം നിർബന്ധം, ശാഠ്യം, ശകാരം എന്നൊക്കെ പറയാം, അതുകൊണ്ടാണ് പുസ്തകം പൂർത്തിയായത്. എന്തായാലും ഈ പുസ്തകത്തിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തെ പറ്റി ഷാബുച്ചേട്ടൻ എനിക്ക് തോന്നുന്നു ഏകദേശം പറഞ്ഞിട്ടുണ്ടെന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ 100 വർഷത്തെ ചരിത്രത്തെ ഒന്ന് അവലോകനം ചെയ്യണം. ഒരു നട്ട്ഷെല്ലിൽ ഇതൊരു എന്താ പറയുന്നത്, ഒരു വളരെ സമഗ്രമായ ഒരു ഗ്രന്ഥമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇത് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത്, ഇപ്പോ 1920 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. അപ്പൊ 2020 എന്ന് പറയുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ 100 വർഷമാണ്. ആ 100 വർഷത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ ഒന്ന് അവലോകനം ചെയ്യണം എന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കൗതുകത്തിലാണ് ഇത് തുടങ്ങിയത്. എന്തായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ചരിത്രം? അത് പറയുമ്പോൾ എനിക്ക് നമ്മളുടെ സംഘത്തിന്റെ ഇപ്പോ നേരത്തെ ഉള്ള ഭൗതിക് പ്രമുഖം, ഇപ്പോൾ അഖില ഭാരതീയ പ്രജ്ഞാപ്രവാഹിന്റെ അഖില ഭാരതീയ ദേശീയ സംയോജകൻ കൂടിയായ ശ്രീ ജെ നന്ദേട്ടനെ സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണമാണ് ശരിക്കും ഇതിലേക്ക് എനിക്ക് വഴിതെളിച്ചത്. അദ്ദേഹമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രൂപീകരണം തന്നെ ദേശവിരുദ്ധമാണ് എന്ന തരത്തിലുള്ള ഒരു ഹിന്റ് എനിക്ക് നൽകിയത്. അവിടെ നിന്നാണ് എൻ്റെ ഒരു അന്വേഷണം തുടങ്ങിയത്. എന്തായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം? പക്ഷെ അതിനുശേഷം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം തന്നെ ദേശവിരുദ്ധമായിരുന്നു എന്ന ഒരു സൂചന കിട്ടിയതോടെയാണ് മറ്റു കാര്യങ്ങളിലേക്ക്, സമകാലിക സംഭവങ്ങൾ അടക്കം പിന്നെ അത് എൻ്റെ ശ്രദ്ധയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിൽ കൂടി സ്ഥാപിക്കെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ തെളിവുകൾ നിരത്തി ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ ഡിസിഷൻസും അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കുന്നത് ആ നേതൃത്വം അതത് കാലഘട്ടങ്ങളിൽ കൈക്കൊള്ളുന്ന നിലപാടുകളാണ് അല്ലെങ്കിൽ തീരുമാനങ്ങളാണ്. അങ്ങനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പൊതുവെ കൈക്കൊണ്ടിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും തെറ്റായിപ്പോയി എന്ന് പിൽക്കാലത്ത് അവര് കുമ്പസരിച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. റിപ്പന്റ് ചെയ്തിട്ടുണ്ട് അവരവരുടെ തീരുമാനങ്ങളെ പറ്റി. അപ്പൊ അത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ 100 വർഷത്തെ ചരിത്രവും അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലായത്. അതിന്റെ ഏറ്റവും കൂടുതലത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടത് ശബരിമല വിഷയത്തിലാണ്. ആ ശബരിമല വിഷയത്തിൽ എന്തായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നിലപാടെന്നും ആ പാർട്ടിയുടെ തീരുമാനമാണ് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ രാഷ്ട്രീയമായ നിലപാടിനെയാണ് സർക്കാർ അവരുടെ നയമായി സ്വീകരിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? അവസാനം CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം വീട് കയറി മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതാണ് 2020 സംഭവിച്ചത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 1920 മുതൽ 2020 വരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏതൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അതൊന്നും പിൽക്കാലത്ത് ശരിയായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉണ്ടാകാത്ത ഒരു ഗതികേട് ഉണ്ടായ പ്രസ്ഥാനമാണ് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിനെ ഒന്ന് സമഗ്രമായി അല്ലെങ്കിൽ എന്താണ് പറയുക, ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു നട്ട്ഷെല്ലിൽ ഒന്ന് അവലോകനം ചെയ്ത്
സാധാരണഗതി നമ്മൾ പറയാറുണ്ട്, നമുക്കിപ്പോ ഫേസ്ബുക്കുകളിലും ചാനൽ ചർച്ചകളും ഒക്കെയാണല്ലോ കാര്യങ്ങൾ പെട്ടെന്ന് കടന്നു വരിക. അപ്പൊ അങ്ങനെ ചാനൽ ചർച്ചകളിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയിലേക്ക് ഇതിന്റെ ഒരു എന്താണ് പറയുന്നത്, ഒരു പ്രൈമറി മെസ്സേജ് ഒന്ന് പാസ് ചെയ്യുക. ബാക്കി എന്താണ് കൗതുകമുള്ളവർക്ക് അല്ലെങ്കിൽ ചരിത്രാന്വേഷികളായിട്ടുള്ളവർക്ക് സത്യം അറിയണമെന്ന ആൾക്കാർക്ക് അവർക്ക് സ്വയം ഒരു ഗൃഹപാഠം ചെയ്യാനുള്ള ഒരു അവസരം, ഇങ്ങനെ ഒരു വഴിയുണ്ട് എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക മാത്രമായിരുന്നു ഈ പുസ്തകം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടേതായ സ്വതസിദ്ധമായ വിമർശന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എവിടേക്കും എത്തിച്ചേരാൻ പറ്റുന്ന വിശാലമായ ഒരു മേച്ചിൽപ്പുറം നിങ്ങളുടെ മുൻപിലേക്കുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക മാത്രമായിരുന്നു ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. അതല്ലാതെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ ഞാൻ അവലോകനം ചെയ്യുകയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര രചനയോ അല്ല നടത്തിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വിഷയങ്ങൾ അതിനെ ഞാൻ 27 ചാപ്റ്ററുകളായിട്ടാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇനിയും പലർക്കും പലതും പറയാനുണ്ട്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതൊരു സമഗ്രമായ ഒരു ഗ്രന്ഥമാണെന്നൊന്നും പറയുന്നില്ല. ചരിത്രം പരിശോധിക്കുന്നവർക്ക് പല 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 വിഷയങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വഞ്ചനാപരമായ നിലപാടുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാകും. അതുകൊണ്ട് ഞാനിത് സമഗ്രമായി 1920 മുതൽ 2021 വരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈക്കൊണ്ടിട്ടുള്ള എല്ലാ തീരുമാനങ്ങളെയും ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. എനിക്ക് വളരെ പെട്ടെന്ന് എന്റെ ബുദ്ധിയിലേക്ക് അല്ലെങ്കിൽ എന്റെ ശ്രദ്ധയിലേക്ക് വന്ന കാര്യങ്ങളെ അടുക്കി ഞാൻ ഒരു പുസ്തക രൂപത്തിൽ ആക്കിയെന്നുള്ളൂ. ഇതിനെ ഞാൻ പറഞ്ഞത് ഒരു റെഫറൻസ് ഗ്രന്ഥം എന്ന നിലയിൽ മാത്രം എടുത്താൽ മതി. പക്ഷെ ഒരു കാര്യം 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുപോലും ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു അസത്യത്തിന്റെ പേരിലോ അതല്ല എങ്കിൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിനോ അവരെ കരിവാരി തേക്കുന്നതിനോ അവരെ ചെറുതാക്കി കാണിക്കുന്നതിനോ വേണ്ടി ഞാൻ ചേർത്തിട്ടില്ല. ഈ അതിലെഴുതിയിട്ടുള്ള ഓരോ വാക്കുകളും അല്ലെങ്കിൽ അതിലെ ഓരോ സംഭവങ്ങളും ചരിത്ര പിൻബലമുള്ള അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസ് ഉള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത ചരിത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അക്കാര്യം നിങ്ങൾക്ക് എന്താണ് പറയുക 100% ആയിട്ട് വിശ്വസിക്കാം. എവിടെയും ഏത് വേദിയിലും ഇതിൽ പറഞ്ഞിട്ടുള്ള ഏത് കാര്യവും നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. കാരണം അതെല്ലാം ഉള്ളതാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നാളെ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുമോ, അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ ഒരു BJP-കാരനോ RSS-കാരനോ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വൈരാഗ്യം ഇതിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് ആരും സംശയിക്കണ്ട. അങ്ങനെ ഞാൻ ചെയ്തിട്ടേ ഇല്ല. പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചരിത്രപരമായ അല്ലെങ്കിൽ ഡോക്യുമെന്റ് രേഖകളുടെ പിൻബലമുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആധികാരികതയെ പറ്റി സംശയം വേണ്ട. പക്ഷെ വായിക്കുന്ന പലർക്കും തോന്നാം ഇത് പോരായിരുന്നുവല്ലോ, അല്ലെങ്കിൽ ഇതിന് അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നുവല്ലോ, അതെന്തുകൊണ്ട് ഗ്രന്ഥകാരെ സ്പർശിച്ചില്ല എന്നത് ഒരു പോരായ്മയാണ്. അത് മാത്രമല്ല, അങ്ങനെ പറയുമ്പോൾ ഗ്രന്ഥം വിപുലമായി പോകും. ഞാൻ ഉദ്ദേശിച്ച ഫലം ചൊല്ലി ഇത് ഒരു ഹാൻഡ് ബുക്ക് എന്ന നിലയിൽ ഏതൊരാൾക്കും ഒന്ന് റെഫർ ചെയ്യുക. നമ്മളെപ്പോഴും വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വതസിദ്ധമായ അന്വേഷണത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കത് അന്വേഷിക്കാം. ഇതിന്റെ ഫർദർ നിങ്ങൾക്ക് ഏത് മേഖലയിലേക്ക് പോകാം. നിരവധി ഡോക്യുമെന്റുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ പേജുകളിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ റെഫറൻസ്, ഫസ്റ്റ് ഹാൻഡ് റെഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുസ്തകം ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വഞ്ചനാപരമായ നിലപാടുകളാണ് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭാരതം ഒരു ദൈവികമായ രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ഈശ്വരദത്തമാണ് ഭാരതം, അല്ലെങ്കിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട നിയന്ത്രിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഏതെങ്കിലുമൊക്കെ ശരിയായി പോയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ദേശീയത അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു വസ്തു ഇവിടെ ഒരുപക്ഷെ അവശേഷിക്കില്ലായിരുന്നു. പക്ഷെ ഭാരതത്തിൽ ഹിന്ദുത്വം അവശേഷിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമായതുകൊണ്ടാകാം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഒരിക്കൽ പോലും ഭാരതത്തെ പിടികിട്ടാതെ പോയതും അവരുടെ തീരുമാനങ്ങളൊന്നും ശരിയാകാതെ പോയതും. അതിന് ഈശ്വരനോട് നന്ദി പറയുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. കാരണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ശരിയായി പോയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ കമ്മ്യൂണിസം ഏറ്റവും കൂടുതൽ ആഴത്തിൽ വേരോടാൻ പറ്റിയ സാമൂഹ്യ അന്തരീക്ഷമുള്ള ഒരു രാജ്യം തന്നെയായിരുന്നു ഭാരതം. അല്ലാതെ ഇന്ത്യൻ ക്ലൈമറ്റിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയ്ക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വഭാവത്തിനോ ചേരാത്ത
ഒരു ആശയമൊന്നും ആയിരുന്നില്ല കമ്മ്യൂണിസം. കാരണം കമ്മ്യൂണിസത്തിന് വളരാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കമ്മ്യൂണിസം വളരണമെങ്കിൽ ആവശ്യം വേണ്ട ദാരിദ്ര്യം അത് ഭാരതത്തിലുണ്ടായിരുന്നു, അസമത്വം ഭാരതത്തിലുണ്ടായിരുന്നു, അസ്പൃശ്യത, തൊട്ടുകൂടായ്മ, നിരക്ഷരത, സാമ്പത്തികമായ ഏറ്റവും ഈ പറഞ്ഞ അസമത്വം, ചൂഷണം, തൊഴിലാളി മുതലാളി വിവേചനം തുടങ്ങി മർദ്ദക ഉപാധികളായ ഭരണകൂട വ്യവസ്ഥകൾ ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു നാട് തന്നെയാണ് ഭാരതം. അങ്ങനെ ഇത്രയേറെ വളക്കൂറുള്ള മണ്ണായിട്ട് പോലും ഭാരതത്തിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസത്തിന് ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആഴത്തിൽ വേരോടാൻ പറ്റിയില്ല എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഭാരതം ഒരു ദൈവികമായ രാജ്യമാണ്. ഇവിടെ അങ്ങനെ ഈ ഭാരതത്തെ തകർക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈശ്വരന്റെ ഒരു ഇടപെടലായിരിക്കാം ഈ നേതാക്കന്മാരെടുത്ത എല്ലാ തീരുമാനങ്ങളും പാളിപ്പോവുകയും ഭാരതത്തിന്റെ യഥാർത്ഥ അസ്മിതയെ, അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഈ ഭാരതത്തിന്റെ ഒരു നാഷണാലിറ്റി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഭാരതത്തിന്റെ സ്വത്വമായി നമ്മൾ പറയുന്നത്, ഏതൊരു വ്യക്തിക്കും വ്യക്തിത്വം ഉള്ളതുപോലെ ഒരു രാഷ്ട്രത്തിനും രാഷ്ട്രത്വമുണ്ട് എന്നാണ് നാം വിശ്വസിക്കുന്നത്. ആ രാഷ്ട്രത്തെയാണ് നാം ചിതി എന്ന് വിളിക്കുക, അതിനെ അസ്മിത എന്ന് നാം വിളിക്കുന്നു, അതിനെ നാഷണാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പൊതുവെ തർജ്ജിമ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു നാഷണാലിറ്റിക്ക് ചേരാത്ത ഒരു ചിന്താഗതിയായി കമ്മ്യൂണിസം വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ പറയുന്നത്, മലയാളത്തിൽ പറഞ്ഞാൽ മോരും മുതിരയും പോലെ ഭാരതീയതയും കമ്മ്യൂണിസവും തമ്മിൽ വിരുദ്ധ ധ്രുവങ്ങളിലായി പോയത് ഈ ഭാരതം ഒരു ദൈവിക രാജ്യമായതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഒരിക്കലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് എന്താണ് ഭാരതത്തിന്റെ ജീൻ, എന്താണ് ഭാരതത്തിന്റെ ജനിതക ഘടന, എന്താണ് ഭാരതത്തിന്റെ അസ്മിത, എന്താണ് ഭാരതത്തിന്റെ ചിതി, എന്താണ് ഭാരതത്തിന്റെ ഇൻഡിവിജ്വാലിറ്റി, അല്ലെങ്കിൽ എന്താണ് ഭാരതത്തിന്റെ നാഷണാലിറ്റി, ഇത് ഇതേവരെ പിടികിട്ടിയിട്ടില്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം. അത് ഒരുപക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ ഈ ലോകത്തിന് ഹിന്ദുത്വം ആവശ്യമായതുകൊണ്ടാകാം. അപ്പൊ അങ്ങനെ ഈ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള മണ്ടത്തരങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടേതായ ചില കടുംപിടുത്തങ്ങളും അവരുടെ പ്രത്യയശാസ്ത്രപരമായ ഈ മുമ്പ് പറഞ്ഞ ചില പിടിപ്പുകേടുകളും ഒക്കെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ആ കാര്യങ്ങൾ തുറന്നു കാണിക്കലായിരുന്നു എന്റെ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശം. ഇനിയും നമുക്ക് ഇവിടെ എൻ്റെ സംശയം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറിച്ച് രണ്ട് സംശയങ്ങളാണ്. ഒന്ന്, ഈ വിഭജന സമയത്ത് പാർട്ടീഷൻ ഇന്ത്യയുടെ നടക്കുമ്പോൾ ഇതിനകത്ത് ഇവരൊരു മുഖ്യ ഭൂമിക വഹിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസിന്റെ മേളിൽ ഈ ആരോപണമുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഇതിന്റെ മുൻപന്തിയിൽ നിന്നിരുന്നെന്ന്, പാകിസ്ഥാന്റെ സൃഷ്ടിക്കായിട്ടെന്ന്. അത് കശ്മീരി പണ്ഡിത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞതാണ്. അവരുടെ ഈ ചില സംഭവങ്ങളെല്ലാം ഇവരെ എതിർക്കുന്നതുകൊണ്ടും ഈ ഇടതുപക്ഷത്തിന്റെ ഈ ഒരു കപട മതേതര ഈ നിലപാട് എടുക്കുന്നതുകൊണ്ട് അവർ ഇങ്ങനെ ഒരു പോയിന്റ് ഉന്നയിച്ചതാ. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അതായത് ഇന്ത്യയുടെ വിഭജന സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടുകൂടി 1945 കൂടിയാണ്. ഇനിയും ഭാരതത്തിൽ തുടർന്നു പോകാൻ അവർക്ക് സാധ്യമല്ല എന്നും ഭാരതം അതിനെ അവർക്ക് വിട്ടുകൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാവുകയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിനു മുൻപ് തന്നെ ഭാരതത്തിൽ പ്രവിശ്യകളിലേക്ക് തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നു. ആ പ്രവിശ്യകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 4 പേര് മത്സരിച്ചിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, CPI, ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ മത്സരിക്കുകയും പല പ്രവിശ്യകളിലും അവരവർക്ക് സ്വാധീനമുള്ള പോക്കറ്റുകളിലൊക്കെ വിജയിക്കുകയൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അങ്ങനെയാണ് പിന്നെ പണ്ഡിറ്റ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വൻ വിജയം നേടി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് ഒക്കെ അധികാരത്തിൽ ഇരുന്നിരുന്നു. 46 ആയപ്പോൾ തന്നെ ഏകദേശം അതായി. പക്ഷെ അന്ന് ഭാരതത്തിൽ ഉയർന്നു വന്ന, അതായത് നമുക്കറിയാം ദുരാഷ്ട്രവാദം ഉണ്ടാകുന്നത് ഏകദേശം 40ന്റെ ആദ്യപാദത്തിലാണ് ദുരാഷ്ട്രവാദം ഉണ്ടാകുന്നത്. ആ ദുരാഷ്ട്രവാദം ലീഗ് ഉയർത്തിയ ഘട്ടത്തിൽ ആദ്യമായി ഇതിനെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം AISF എന്ന് പറയുന്ന ഇന്നത്തെ CPI-യുടെ വിദ്യാർത്ഥി സംഘടനയായ AISF അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ്. ശരിക്കും AISF അന്ന് രൂപം കൊള്ളുന്നത്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജവഹർലാൽ നെഹ്റുവാണ് AISF ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോൺഗ്രസിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി അവിടെയുള്ള സംഘടനകളെ കൈയടക്കുക എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യം സ്വീകരിച്ച നിലപാട്. കാരണം അവർക്ക് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. ഇന്ത്യയിൽ നമുക്കറിയാം ആദ്യകാലം തൊട്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മിതവാദികളും തീവ്രവാദികളും എന്ന് പറയുന്ന 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം.
ആ തീവ്രവാദ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്ന സോക്കോൾഡ് എന്താണ് പറയുന്നത് റവല്യൂഷണറീസ്, ആ റവല്യൂഷണറികളുടെ ഒക്കെ പിതൃത്വം എന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവകാശപ്പെടുകയാണ്. അത് പോയിക്കൊള്ളട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ റവല്യൂഷണറികളുടെ ഒരു പിതൃത്വം അവകാശപ്പെട്ടു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പക്ഷെ പലപ്പോഴും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു എന്താ പറയുക, നമ്മൾ പറയുന്ന ആ ഒരു ജീൻ അത് പിടികിട്ടാതെ അവർക്ക് ഇവിടെ അങ്ങോട്ട് നിലയുറപ്പിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അവര് കോൺഗ്രസിനുള്ളിൽ കടന്നു കയറി ആ പ്രസ്ഥാനങ്ങളിൽ അവിടെയുള്ള പലതിനെയും കൈയടക്കി അതിന്റെ നേതൃത്വത്തിലേക്ക് എത്തുക എന്ന തീരുമാനമെത്തുന്നു. ആദ്യം അവര് സുഭാഷ് ചന്ദ്രബോസുമായി അതായത് കോൺഗ്രസിന്റെ നിലവിലുള്ള നേതൃത്വത്തെ എതിർത്ത് സുഭാഷ് ചന്ദ്രബോസിനെ അവര് നേതാവായി ഉയർത്തി കാണിക്കുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് സുഭാഷ് ചന്ദ്രബോസ് ഇവരുടെ കയ്യിൽ നിൽക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കി ബോസിനെ എതിർക്കുന്നു. അവർ വീണ്ടും മറിച്ചു വരുന്നു. പിന്നെ ജയപ്രകാശ് നാരായണനുമായിട്ട് ചേരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജയപ്രകാശ് നാരായണനും അന്നും ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ചേരി കോൺഗ്രസിൽ വളരെ സജീവമായിരുന്നു. പക്ഷെ ജയപ്രകാശ് നാരായണൻ അപകടം മണത്തുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരുടെ തീരുമാനങ്ങൾക്ക് അനുകൂലമാകുന്നില്ല. അങ്ങനെയൊക്കെ ഒത്തിരി ചരിത്രമുണ്ട്. അതിനുശേഷമാണ് ഈ പറഞ്ഞ ASF പോലെയുള്ള സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരസ്ഥമാക്കുന്നത്. അങ്ങനെ ASF ആണ് ആദ്യമായി ഈ ദ്വിരാഷ്ട്രവാദത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ഒരു സംഘടന. അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പൊതുവെ ഒരു ആശയഗതി കൊണ്ടുവരുന്നു. ഇന്ത്യ എന്നുള്ളത് ഒരു ഏകരാഷ്ട്രമല്ല, ഇന്ത്യ ഒരു ബഹുസ്വരതയുള്ള രാജ്യമാണ് എന്ന് അവർ മനസ്സിലാക്കിയത് ബഹുരാഷ്ട്രവാദം എന്ന നിലയിലാണ്. ഈ ബഹുസ്വരതയെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ബഹുരാഷ്ട്രമായി വ്യാഖ്യാനിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഇന്ത്യ എന്നുള്ളത് ഒരിക്കലും ഒരു രാഷ്ട്രമായിരുന്നില്ല, പല രാജ്യങ്ങളായിരുന്നു. അവിടെയാണ് നമ്മൾക്ക് ഈ സ്റ്റേറ്റും നേഷനും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, ആ രാജ്യവും രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം. ഒരു രാഷ്ട്രത്തിനകത്ത് പല രാജ്യങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട് എന്നതാണ് ഭാരതത്തിന്റെ സങ്കല്പം. പല രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ രാഷ്ട്രം എന്ന നിലയിൽ ഭാരതം അന്നും ഒന്നായിരുന്നു. നമ്മളെ പിടിച്ചു നിർത്തുന്ന ഏകതാനതയിലേക്ക് കൊണ്ടുവരുന്ന നമ്മൾ പറയുന്ന ഒരു എപ്രകാരമാണോ ഒരു മാലയിലെ ചരട് പ്രവർത്തിക്കുന്നത് അതേപോലെയുള്ള ഒരു ചരട് ഭാരതത്തിൽ ഉണ്ടായിരുന്നു. കാണുമ്പോൾ വ്യത്യസ്തമെന്ന് തോന്നിയിരുന്നുവെങ്കിലും ഇവയൊക്കെ ഏക രൂപത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചരട് ഉണ്ടായിരുന്നു. ആ ചരടിനെയാണ് നമ്മൾ ഹിന്ദുത്വ എന്ന് വിളിച്ചത്. പോയിക്കോട്ടെ. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ മനസ്സിലാക്കിയത് ഇതൊരു ബഹുരാഷ്ട്രങ്ങളാണ്, അതുകൊണ്ട് ഒരിക്കലും ഭാരതം ഒരു രാഷ്ട്രമായിട്ട് നിങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. അതിന് അവർ പറഞ്ഞത് ഭാഷാടിസ്ഥാനമാണ്. അവർ ആദ്യം പറഞ്ഞത് ഇന്ത്യയിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നത് വിവിധ സംസ്കാരങ്ങളാണ് എന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ആദ്യം അവർ ദ്വിരാഷ്ട്രവാദത്തെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവരുടെ ദ്വിരാഷ്ട്രവാദം അല്ലെ പാകിസ്ഥാൻ വാദത്തെ അംഗീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമായ പ്രക്രിയയാണ് എന്നും ഏകരാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് അസ്വാഭാവിക നടപടിയാണ് എന്നുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിച്ചേർന്ന നിലപാട്. അങ്ങനെയാണ് അവർ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നത്. അവർ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ അധികാരം അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് മുസ്ലിങ്ങൾ ഭയപ്പെടുന്നു. അവരുടെ ഭയം ന്യായമാണ്. ആ ന്യായം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെ ന്യായത്തിനോ ഒരുമിച്ച് നിൽക്കുക അല്ലെങ്കിൽ ആ ന്യായത്തെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ അവരുടെ ആശങ്കയെ പിന്തുണയ്ക്കുക എന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിലെ സ്വാഭാവിക നടപടിക്രമമായതിനാൽ ഞങ്ങൾ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ കോൺഗ്രസിനെ എതിരാകുന്നത്. അങ്ങനെ അവർ ലീഗിനെ പിന്തുണയ്ക്കാൻ തുടങ്ങുന്നു. ലീഗിനെ പിന്തുണയ്ക്കാൻ തുടങ്ങി കുറെ അങ്ങോട്ട് കഴിയുമ്പോഴാണ് അവര് ഒരു പടി കൂടി വീണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുൻപോട്ടേക്ക് പോയി ഇന്ത്യയെ 2ആയിട്ടല്ല 16 വിഭജിക്കണം എന്ന പ്രമേയം പാർട്ടി പാസ്സാക്കും. ആ പ്രമേയം എന്നുള്ളത് അന്ന് ഇവിടെ വന്ന ക്യാബിനറ്റ് മിഷന് മുൻപാകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയെ 16 കഷണങ്ങളായി 16 എന്ന് അവർ എത്തിച്ചേർന്നത് അന്ന് ഇന്ത്യയിൽ പ്രബലമായ 16 ഭാഷകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 16 ഭാഷകളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ വിഭജിക്കണം എന്ന നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്തിച്ചേരുകയും അത് ബ്രിട്ടനോട് രേഖാമൂലം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഭാരതം ഒരു ദൈവിക സ്വാധീനമുള്ള അല്ലെങ്കിൽ ദൈവാധീനമുള്ള ഒരു നാടായതുകൊണ്ടാകാം ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ഒരു ഇവരുടെ പ്രമേയത്തെ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യത്തെ അംഗീകരിക്കണമെന്ന് അവർക്ക് പോലും തോന്നിയില്ല. അതിനെ ഡിനേ ചെയ്യുകയും പിന്നെ നമുക്കറിയാവുന്നതുപോലെ ഭാരത വിഭജനത്തിലേക്ക് എത്തുകയും ചെയ്ത കാര്യം അറിയാം. പക്ഷെ അപ്പോഴും 16ആയിട്ട് വിഭജിക്കണം എന്ന പ്രസ്ഥാനമായിരുന്നു ഭാരതം എന്നുള്ളത് മറക്കരുത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ. പക്ഷെ അവര് ലീഗ് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ പിന്തുണച്ച പ്രസ്ഥാനം CPI ആയിരുന്നു. പിന്നെ ഭാരത വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ
ആ പാർട്ടി തുടങ്ങാൻ വേണ്ടി ഇവിടെ നിന്ന് ആളെ അയക്കുന്നു, അവിടെ പോകുന്ന ആളിനെ വീണ്ടും അവർ നാട് കടത്തി ഇങ്ങോട്ടേക്ക് വരുന്നു, അദ്ദേഹം വീണ്ടും ഇന്ത്യയിൽ വരുന്ന ഒത്തിരി ചരിത്രങ്ങളുണ്ട്, അതൊക്കെ പൊയ്ക്കൊള്ളട്ടെ. അപ്പൊ അങ്ങനെ ദ്വിരാഷ്ട്രവാദത്തെ അല്ല 16 രാഷ്ട്രവാദം 16 കഷണമായി ഇന്ത്യയെ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതുകൊണ്ട് ഇന്ത്യയെ വിഭജിക്കുക എന്ന ആശയത്തിന് എന്താണ് പറയുന്നത്, വെള്ളവും വളവും നൽകി പരിപോഷിപ്പിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനിയും പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് വിടുക. ആ സമയം കൊണ്ട് എൻ്റെ ഒരു ചോദ്യം ഞാൻ സന്ദീപ് ജിയിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇവിടെ ഇത് ഫ്ലാഷ് ചെയ്യുന്നതായിരിക്കും സ്ക്രീനിൽ. ഓക്കെ സന്ദീപ് ജി, ഞാൻ എൻ്റെ ഒരു ചോദ്യം, അവസാനത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം അർബൻ നക്സൽസ് ഇവരെ കൊണ്ട് ഭയങ്കര ശല്യം, ഒരു രക്ഷയില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ മറ്റ് നമ്മൾ കാണുന്നതല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡന്റിറ്റിയാണ്. പക്ഷെ ഇവർക്ക് ഐഡന്റിറ്റി ഒന്നുമില്ല. ഇവരിൽ നമുക്കറിയാം ബുദ്ധിജീവി വർഗങ്ങളുണ്ട്, സിനിമാ സംവിധായകരുണ്ട്, ആക്ടിവിസ്റ്റുകളുണ്ട്, പലതരം ആക്ടിവിസ്റ്റ്. ഇപ്പം അത് ഇന്ത്യയിലല്ല ലോകം മുഴുവൻ ഒരു വ്യാപിച്ചിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു പകർച്ചവ്യാധം പോലെ. ഇപ്പൊ ബോളിവുഡിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. സന്ദീപ് ജിക്ക് ഓർമ്മയുണ്ടായിരിക്കും, അസിഫ എന്ന് പറഞ്ഞ പെൺകുട്ടി കാശ്മീർ കട്ടുവായില് റേപ്പ് ചെയ്യപ്പെട്ടപ്പം ആ പെൺകുട്ടിയുടെ സപ്പോർട്ടിൽ ഐ എം ഹിന്ദുസ്ഥാൻ, ഐ എം അഷേംഡ് ഓഫ് എ റേപ്പ് ഹാപ്പൻഡ് ഇൻ ദേവിസ്ഥാൻ ടെമ്പിൾ. ബോളിവുഡിലെ നിരവധി താരങ്ങൾ ഒരുമിച്ച് വന്ന് പ്ലാക്കാർഡ് എടുത്ത് പിടിക്കുന്നു. പക്ഷെ ഇതേ ആളുകൾ, ട്വിങ്കിൾ ശർമ്മ എന്ന് പറഞ്ഞ ഹിന്ദു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടപ്പോ ഇവരുടെ ആരുടെ ഒരു ഫ്ലെക്സും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അതുപോലെ തന്നെ സെക്കൻഡ്, ഇപ്പൊ അറിയാം നമുക്ക് ട്രംപിനെ അമേരിക്കയില് ബ്ലാക്ക് ലീവ്സ് മാറ്റർ എന്ന് പറഞ്ഞ വിഷയം, അതും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ട്രംപിനെ താഴെ ഇറക്കാൻ ഒരു വലിയ റോൾ ഇവരാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്, ഇസ്രയേലില് നെതന്യാഹുവിനെതിരെ നിരവധി ബുദ്ധിജീവി വർഗങ്ങൾ അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ താഴെ ഇറക്കാൻ അദ്ദേഹത്തിനെതിരെ, കാരണം അദ്ദേഹം ഒരു ദേശീയവാദിയാണ്, ട്രംപ് ഒരു ദേശീയവാദിയാണ്. ദേശീയവാദികളുടെ സർക്കാർ വരുമ്പോൾ അതിന്റെ കൾച്ചറൽ അടിത്തറ അത് ഇളക്കാനായിട്ട് ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇവർ പല മേഖലകൾ ഉപയോഗിക്കുന്നു, ഏറ്റവും കൂടുതൽ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഈവൻ യൂട്യൂബ് പോലും. അതേപോലെ ലാസ്റ്റ് സന്ദീപ് ജി ചർച്ച ചെയ്ത വിഷയം അറിയാമല്ലോ, ഗ്രേറ്റ തംബർഗിന്റെ ടൂൾ കിറ്റ്, അതിനകത്ത് മോദി പ്ലാൻസ് ഫാർമേഴ്സ് ജെനോസൈഡ് എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് വെച്ച് ട്രെൻഡ് ചെയ്യാൻ ഇവരൊരു പ്ലാൻ ഒരുങ്ങി. അതാണ് ആ പെൺകുട്ടിയുടെ എന്തോ ഇത് എന്തിന്റെ രോഗിയല്ലായിരുന്നു എന്തോ ആ പെണ്ണ്, ഇതിന്റെ ഓട്ടിസത്തിന്റെ രോഗിയാണെന്നാ പറയുന്നത് ആ പെണ്ണ്. അതുകൊണ്ട് അത് ലീക്കായി ആ സംഭവം, ആ പെണ്ണും അറിയാതെ ട്വിറ്ററിൽ അപ്ലോഡ് ചെയ്തു. അപ്പം ഇവരെ കുറിച്ചുള്ള ചിന്താഗതി, ഇവരെന്തുവാ ഇതിന് ആഗ്രഹിക്കുന്നത്? നമ്മുടെയൊക്കെ ഒരു മനസാക്ഷി പറയുമല്ലേ, നമ്മുടെ രാജ്യത്തിനെതിരെയാ ഇത് പറയുന്ന ഒരു മനസാക്ഷി കുത്ത് വരുമല്ലേ? ഇവർക്കിത് തോന്നുന്നില്ലേ? അതോ ഇവര് അതായത് നമ്മളിപ്പോ പറയുമ്പോൾ ബീയിങ് ആന്റി നാഷണൽ ഈസ് സെക്യുലർ, ബീയിങ് ആന്റി നാഷണൽ ഈസ് പ്രോഗ്രസീവ്. അതാണ് അവരുടെ ഒരു അടിസ്ഥാനം. അതായത് കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും രാഷ്ട്രം എന്ന സങ്കല്പത്തെ അംഗീകരിക്കുന്നില്ല. അത് നമ്മൾ ആദ്യം അതാണ് നമ്മൾ പറയുന്നത്. അവരുടെ ജനിതക ഘടന തന്നെ ആന്റി നാഷണൽ ആണ്, എപ്പോഴും ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് കമ്മ്യൂണിസം. അത് നിങ്ങൾക്ക് ഏത് ഫോമിലായാലും. നമ്മൾ അതുകൊണ്ടാണ് പണ്ടൊരു ഫ്രഞ്ച് ചിന്തകൻ പറഞ്ഞത്, ഒരു 20ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 25 വയസ്സിന് മുൻപ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയില്ലേ എങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാണ്. 30 വയസ്സിന് ശേഷം നിങ്ങൾ കമ്മ്യൂണിസ്റ്റായി തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയും. അപ്പൊ ഇതൊരു മുമ്പ് പറയുന്നത് പോലെ ഒരു 25 to 30 years അല്ലെങ്കിൽ 20 to 30 yearsൽ ഏതൊരു ചെറുപ്പക്കാരനും തോന്നുന്ന ഒരു ഫാസിനേഷൻ. അതായത് നിങ്ങൾ എല്ലാത്തിനും അതീതരാണ്, ഈ നാട്ടിൽ എന്താ പറയുന്ന നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾക്ക് നാഷണാലിറ്റി അല്ലെ അതിരുകൾ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. അപ്പോ മനുഷ്യനാണ് എല്ലാത്തിലും വലുത്. ഇവിടെ മനുഷ്യൻ 2 വർഗമേ ഉള്ളൂ, ജെൻഡർ മാത്രമേ ഉള്ളൂ, ആ ജെൻഡറിൽ പോലും ഈക്വൽ ആണ് എന്നുള്ള തരത്തിലുള്ള ഒരു എന്താ പറയുന്നത്, ഏതൊരു മനുഷ്യനെയും ഏതൊരു ബുദ്ധിയുള്ള ഒരാളെയും ആകർഷിക്കാൻ തക്ക ഒരു ചിന്താഗതിയാണ് ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസം പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നാഷണാലിറ്റി എന്നതിൽ വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് ആഗോള മനുഷ്യനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള, അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് വളരെ പെട്ടെന്ന് ക്യൂബയിലുള്ളതിനെ പറ്റിയും നമ്മുടെ ഇവിടെ തയ്യാറാകുന്ന അതുകൊണ്ടാണ്. അപ്പൊ അവര് പറയുന്നത് ലോകത്തിലെങ്ങുമുള്ള മനുഷ്യന്റെ പ്രശ്നത്തെയാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ഒരു ചിന്ത എന്നാണ് കമ്മ്യൂണിസം പറയുന്ന ഒരു ഒന്നാമത്തെ ഒരു അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്,
ഫസ്റ്റ് യു ബിക്കം നാഷണൽ ദെൻ ഓൺലി യു ക്യാൻ ബിക്കം ഇന്റർനാഷണൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം നമ്മളുടെ ചിന്ത നേരെ തിരിച്ചുമാണ്. ഭാരതീയമായ ചിന്തയിൽ നാം പറയുന്നത് വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും, സമൂഹം നന്നായാൽ രാഷ്ട്രവും നന്നാകുമെന്ന വ്യക്തി അധിഷ്ഠിതമായ ഒരു ചിന്താഗതിയെ നമ്മൾ വെക്കുമ്പോൾ അവർ നേരെ തിരിച്ചാണ് പറയുക. നിങ്ങൾക്ക് ആഗോളതലത്തിലാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ആമസോൺ കാടുകളെ പറ്റി, ആമസോൺ കാടുകൾ കത്തുന്നതിനെ പറ്റി വ്യാകുലപ്പെടുന്ന ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാർ കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നം കാണാതിരിക്കുന്നത്. അവർക്ക് കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ, കേരളത്തിലെ വനനശീകരണത്തെ പറ്റി പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതായി തീരുമോ എന്നൊരു പേടി അവർക്കുണ്ട്. അവരെപ്പോഴും ഇന്റർനാഷണൽ ആകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവര് ലോകത്തിലുള്ള ഏത് സ്ഥലങ്ങളിൽ പോയാലും അവര് അംഗീകരിക്കാത്തതിന് കാരണം അതാണ് അവർക്ക് ഇന്ത്യയിലും സംഭവിച്ചു പോയത്. പക്ഷെ ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത് അംഗീകരിക്കാതെ പറ്റില്ല. കാരണം ചൈനയിൽ കമ്മ്യൂണിസം ഇല്ല. ചൈനയിൽ കമ്മ്യൂണിസം എന്ന് തോന്നിപ്പിക്കുന്ന മറ്റെന്തോ ആണ് അവർ നടപ്പാക്കുന്നത്. അവിടേക്കാണ് ഇപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ പോകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് പറയാം. പോയിക്കോട്ടെ. അപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും നാഷണാലിറ്റി എന്നതിനെ അംഗീകരിക്കാത്തത് തന്നെയാണ് പറഞ്ഞത്, അവരുടെ ജീൻ എന്നുള്ളത് തന്നെ. അപ്പം നമ്മൾ പറയാറുണ്ട് എങ്ങനെയാണ് ഇസ്ലാം ടെററിസ്റ്റുകളും കമ്മ്യൂണിസവും തമ്മിൽ കൈകോർക്കുന്നു. അത് വലിയ ഒരു നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടുപേരും മതനിരാസമാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്താ ഇപ്പൊ അവർ പറയുന്ന ഒരു നിരീശ്വരവാദമെന്നോ മതാതീത ജീവനെന്നോ മതമില്ലാത്ത ജീവനെന്നോ പറയുന്ന മതനിരാസത്തെയാണ് രണ്ടുപേരും പറയുക. പക്ഷെ ഒരാൾ എന്താ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതനിരാസത്തെ പറ്റി പറയുമ്പോൾ മറ്റൊരു എക്സ്ട്രീം മതവാദത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ അവർ തമ്മിൽ കൈകോർക്കുന്നുമുണ്ട്. ആ കൈകോർക്കുന്നതിന്റെ അടിസ്ഥാനം രണ്ടുപേരും ദേശീയതയല്ല അംഗീകരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് ചോദിക്കുക, നിങ്ങൾക്ക് ഭാരതമാണോ വലുത് ഇസ്ലാമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഒരു ഫനാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ തീവ്ര ചിന്താഗതിയുള്ള മുസ്ലിം ആണെങ്കിൽ അയാൾ പറയാം എനിക്ക് ഇസ്ലാമാണ് വലുത്. അവർക്ക് ഇസ്ലാമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ആ ഭാരതത്തിൽ എന്താണ് പറയുക, തുർക്കിയിലേക്ക് മാപ്പിള ലഹള വലിയ വിഷയമായിട്ട് വന്നത്, ഇവിടെയുള്ള തദ്ദേശീയ ജനതയ്ക്കെതിരെയുള്ള ആയുധമെടുപ്പായി മാറിയതൊക്കെ ഇതുകൊണ്ടാണ്. അവര് ഈ നാടിനെ അല്ല അംഗീകരിക്കുന്നത്. അവർക്ക് വിഷയം അവരുടെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോള് കയറി വരുന്നത് കൊണ്ടാണ് ഞാൻ എന്റെ ശ്രദ്ധ പതറിപ്പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് കോള് കയറി വരുന്നത്. അപ്പൊ അവരുടെ വിഷയം എന്നുള്ളത് അവരുടെ വിശ്വാസം മാത്രമാണ്. അവർക്ക് നാടോ ഈ ദേശീയത അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും അടിസ്ഥാനം. നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അവർക്ക് കമ്മ്യൂണിസമാണ് വലുത്. അതുകൊണ്ടാണ് ഈ കുറെ കാലം ചൈനയായി, ആദ്യകാലത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു കമ്മ്യൂണിസ്റ്റുകളുടെ സ്വർഗഭൂമി. കൂടെയാണ് ഭാരതം പോകേണ്ടതെന്ന് ചിന്തിച്ചു. അത് കഴിഞ്ഞ് ചൈനയായി, ചൈനയുടെ കൂടെയാണ്. അതുകൊണ്ടാണ് EMS പറഞ്ഞത് ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന തർക്കപ്രദേശം എന്ന് പറഞ്ഞ ഒരു വിഷയം പോലും, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായാൽ ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് ചൈനയുടെ ഭാഗത്ത് നിൽക്കേണ്ടി വരും എന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഓപ്പണായി പറയുന്ന സാഹചര്യം ഉണ്ടായത് പോലും അതുകൊണ്ടാണ്. അവരുടെ ചിന്ത ദേശീയമല്ല, അവർക്ക് അവരുടെ അതെ അവരുടെ പ്രത്യയശാസ്ത്രം, അവരുടെ വിശ്വാസമാണ് പ്രശ്നം. ഇത് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകളുടെയും പ്രശ്നം. അവർക്കും രാജ്യമല്ല, അവർക്ക് സമാധാനപരമായ ആ രാജ്യത്ത് ജീവിക്കണം, എന്റെ വിശ്വാസം പ്രീച്ച് ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കണം എന്നുള്ളതല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് എന്താ, എന്റെ മതരാഷ്ട്രം, എന്റെ മതം പ്രബലമായി എന്റെ മതം ഭരണത്തിൽ വരുന്ന ഒരു രാഷ്ട്രം ഉണ്ടാക്കണം. അതിന് ആരുടെ കൂട്ടുപിടിക്കാമോ അവരുടെയൊക്കെ കൂട്ടുപിടിക്കാമെന്നാണ് അവരുടെ ചിന്ത. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളും പറയുന്നത്. എന്റെ വിശ്വാസം പ്രബലമാകാൻ വേണ്ടി ആരുടെ കൂട്ടുപിടിക്കാം. അതുകൊണ്ടാണ് കേരളത്തിലായാൽ പോലും വിഘടനവാദ ചിന്തകൾ വരുന്നത്. വളരെ പെട്ടെന്ന് താതാത്മ്യം, ഒരു കമ്മ്യൂണിസ്റ്റ് മറ്റൊരു കമ്മ്യൂണിസ്റ്റുമായി താതാത്മ്യം പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് മോഡലുകൾ എപ്പോഴും ക്യൂബയും വെനിസ്വേലയും ചൈനയും റഷ്യയും ഒക്കെ ആയി പോകുന്നത്. അവർക്ക് ഇന്ത്യൻ മാതൃകകൾ വേണ്ട. അപ്പൊ ഇന്ത്യൻ മാതൃകകളെ അംഗീകരിച്ചാൽ നിങ്ങൾ വെറും നാഷണൽ ആയി മാറും.
പക്ഷെ ഞങ്ങളതല്ല, ഞങ്ങൾ ഇന്റർനാഷണൽ ആണ്, ഞങ്ങൾ ആഗോള പൗരനാണ്, ഞങ്ങൾക്ക് മനുഷ്യന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് ചെറുപ്പക്കാരെ അങ്ങനെ ചെറുപ്പക്കാരെ ആകർഷിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് അപ്പോ ദേവി ആരും ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ വിളിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണത്. സംസാരിക്കുന്നതിന്റെ ആ ഒരു ശ്രദ്ധ എനിക്ക് മാറിപ്പോവുകയാണ്, വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഒത്തിരി കൂടുതൽ. അപ്പോ അങ്ങനെ അവരുടെ വിഷയം അതിരുകളില്ലാത്ത ലോകം എന്ന് പറഞ്ഞ് നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ കമ്മ്യൂണുകളായിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത്. കമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ നിങ്ങൾക്ക് സ്വന്തമായി ഒന്നുമില്ല. നിങ്ങളൊരു കമ്മ്യൂണിൽ ജീവിക്കുമ്പോൾ അവിടെ ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ ദരിദ്രനും പണ്ഡിതനും പാമരനും എല്ലാവരും കൂടെ ഒരു കമ്മ്യൂൺ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാത്ത അവസ്ഥ വരുന്നു. കോമൺ പ്രോപ്പർട്ടിയാണ്, എല്ലാം കോമൺ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, ഈ കമ്മ്യൂണുകൾ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ആദ്യകാലത്ത് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ വരുന്നിടത്താണ് സ്വകാര്യ സ്വത്തവകാശം അവർ നിരോധിച്ചു. കാരണം ഈ സ്വത്തുകൾ മുഴുവൻ സ്റ്റേറ്റിൻ്റെതാണ്, രാജ്യത്തിൻ്റെതാണ്. ആ രാജ്യം നിയന്ത്രിക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റുകളാണ്. ആ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത് എന്തും ചെയ്യാം. നിങ്ങൾക്ക് നാളെ ചിന്തിക്കുകയാണ് ചൈനയിലേക്കാണ് ഇവിടെ ഇരിക്കുക, ചൈനയെ സഹായിക്കുക എന്നുള്ള. ചൈനയിൽ ഒരു ദാരിദ്ര്യം വന്നാൽ അവർക്ക് ചിന്തകളിലേക്കൊക്കെ കാര്യങ്ങൾ വന്നത് ഈ ഒരു ചിന്ത കൊണ്ടാണ്. അവരെപ്പോഴും ആഗോള തലത്തിലേക്കുള്ള എന്താണ് പറയുന്ന കൊണ്ടുപോകുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റുകൾ കണ്ടിട്ടുള്ളത്. ആ കാര്യം അവർക്ക് കമ്മ്യൂണിസ്റ്റമാണ് വലുത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളാണ് അവരുടെ വിശുദ്ധ നാടുകൾ. കമ്മ്യൂണിസ്റ്റ് ലോകത്ത് എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് എന്തെങ്കിലും, അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞ റഷ്യയിൽ മഴ പെയ്താൽ ഇന്ത്യയിൽ കുട പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു. റഷ്യ, സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ, കാണാൻ എന്താണ് അതെ കാണാൻ സാധിച്ചാൽ എത്ര ഭാഗ്യം എന്ന് വിളിച്ചിരുന്ന ആ ഒരു കാലഘട്ടം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യയശാസ്ത്രം മൂലമുണ്ടായ സ്വർഗ സമാനമായ അന്തരീക്ഷം സോവിയറ്റിലാണ്. എന്റെ പിതൃഭൂമിയാണ് സോവിയറ്റ് ലാൻഡ്, അവിടേക്ക് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് മാറി സുഭാഷ് ചന്ദ്രബോസ്. അതുകൊണ്ടാണ് കാര്യം എന്താ, അന്ന് ജപ്പാൻ ഇപ്പുറത്തെ കക്ഷിയാണ്, ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും തമ്മിൽ സഹകരണത്തിലാണ്. അവരുടെ എതിർകക്ഷിയാണ് ജപ്പാൻ. ആ ജപ്പാന്റെ സഹായമാണ് ബോസ് തേടി ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് എന്താണ്, ബോസ് ഗുഡ് ബുക്കിൽ നിന്നും ബാഡ് ബുക്കിലേക്ക് പോകുന്നു. എന്നിട്ട് അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്, ഞങ്ങളുടെ നേതാവ് വല്ലി ചെറ്റ എന്ന്, ജപ്പാൻകാരുടെ കാലു നക്കി പട്ടി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ അഭിസംബോധന ചെയ്യാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ പ്രേരിപ്പിച്ചതിന്റെ കാരണം അവരുടെ ഈ സോവിയറ്റ് വിധേയത്വമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രപരമായ വിധേയത്വമാണ്. അവർക്ക് പ്രത്യയശാസ്ത്രമാണ് വലുത്, അവർക്ക് രാഷ്ട്രമല്ല വലുത്. നേരെ മറിച്ച് ഭാരതത്തിലെ സംഘടനകൾ പറയുന്നത് എന്താണ്? നേഷൻ ഫസ്റ്റ്, സെൽഫ് ലാസ്റ്റ്. നമ്മൾ പറയുന്നത് എന്താ? നേഷൻ ഫസ്റ്റ്, പാർട്ടി നെക്സ്റ്റ്, സെൽഫ് ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വാർത്ഥതയില്ലായ്മ, നിസ്വാർത്ഥമായ കാര്യം. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ എന്ന് പറയുന്ന വിശാലമായ സങ്കല്പം. ഈ ഭാരതം എൻ്റെ അമ്മയാണ്, ഈ അമ്മയെയാണ് ഞാൻ സംരക്ഷിക്കേണ്ടത്. അതിന് എൻ്റെ വിശ്വാസം ഒരു തടസ്സമല്ല, അതിന് എൻ്റെ വ്യക്തിത്വം ഒരു തടസ്സമല്ല, എൻ്റെ സമ്പത്ത് തടസ്സമല്ല. എൻ്റെ അമ്മയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ബാധ്യതയായി കാണുന്ന ഭാരതത്തിന് ഒരിക്കലും അതുകൊണ്ടാണ് ഇത് ദഹിക്കാതെ പോയത്. അവര് പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഭാരതം ഒരു വിഷയമല്ല, ഞങ്ങൾക്ക് കേരളം വിഷയമല്ല, ഞങ്ങൾക്കൊന്നും ഒരു വിഷയമല്ല. ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ്. എന്താണ് ഞങ്ങൾ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ത്യ 947 സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ കൊൽക്കത്ത തിസീസ് വന്നു. 948 കൊൽക്കത്തയിൽ ചേർന്ന CPI-യുടെ കമ്മിറ്റി പ്രമേയം പാസ്സാക്കാണ്. BT രണദിവയെ അവതരിപ്പിച്ച രണദിവ്യ തിസീസ് എന്നും അതറിയപ്പെടുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഇറ്റ്സ് എ ബോഗസ്. എന്താണ്? ഏ ആസാദി ജൂട്ടി ഹേ എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഈ സ്വാതന്ത്ര്യം കപടമാണ്, ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല, നമുക്ക് യഥാർത്ഥ അപ്പൊ അവര് പറഞ്ഞ എന്താണ്? ബൂർഷയായ ബ്രിട്ടനിൽ നിന്നും മറ്റൊരു ബൂർഷയായ, നാഷണൽ ബൂർഷയായ കോൺഗ്രസിലേക്ക് അധികാര കൈമാറ്റം മാത്രമാണ് നടന്നിട്ടുള്ളത്. പക്ഷെ സ്റ്റിൽ ഇവിടെ ബൂർഷ ഭരണമാണ് നിൽക്കുക. അപ്പൊ നമുക്ക് ബൂർഷകളെ അപ്രൂട്ട് ചെയ്യുക, ബൂർഷകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ബൂർഷകളെ ഇല്ലാതെയാക്കാം? അതിന് സായുധ സമരമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യമായി
കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല എന്നും ആയുധമെടുത്ത് പോരാടണമെന്നും ആഹ്വാനം ചെയ്ത കൊൽക്കത്ത തീസിസാണ്. അതിനനുസരിച്ചാണ് രാജ്യമെമ്പാടും അവര് സായുധ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. പലയിടങ്ങളിലും സായുധ കലാപം നടക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രം എന്ന സങ്കല്പമേ ഇല്ല, നാഷണാലിറ്റി എന്ന സങ്കല്പമേ ഇല്ല. അവരുടെ വിഷയം കമ്മ്യൂണിസമാണ്. ആ കമ്മ്യൂണിസം ഉള്ള രാജ്യങ്ങളുടെ എല്ലാം ഏകോപനം. അതുകൊണ്ടാണ് പണ്ട് സർദാർജി ബലിതത്തിൽ പറയുന്നത് പോലെ ഒരു സങ്കല്പമാണ് കമ്മ്യൂണിസ്റ്റുകൾ വെച്ചു. പണ്ടൊരു സർദാർജി പറഞ്ഞൊരു ബലിതമുണ്ട്. പഞ്ചാബിൽ ദാരിദ്ര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പഞ്ചാബിൽ ദാരിദ്ര്യം വന്നാൽ നമ്മൾ അമേരിക്കയെ ആക്രമിക്കണം. അപ്പൊ അമേരിക്ക ആക്രമിച്ചാലോ? അപ്പൊ ഒന്നുകിൽ നമ്മൾ ജയിച്ചാൽ അമേരിക്ക നമ്മുടേതാകും, ഇനി തോറ്റാലോ നമ്മൾ അമേരിക്കയായിട്ട് മാറും. അപ്പൊ രണ്ടായാലും നമുക്ക് സമ്പത്ത് കിട്ടും എന്ന് പറഞ്ഞ ലൈനാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക്. അവർ പറയുന്നത് അതാണ്, നിങ്ങൾ ചൈനയുടെ കൂടെ പോകണം, ചൈനയാണ് നമ്മളെ ആക്രമിക്കാൻ വന്നാൽ എന്ത്, നമുക്ക് ചൈനയായി മാറിയേക്കാം, അപ്പൊ ഞങ്ങളുടെ നാട് വരിക. അപ്പൊ നമ്മൾ ദൈവരാജ്യം വരുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ജിഹാദ് ചെയ്ത് നിങ്ങൾ എങ്ങനെയാണോ ജിഹാദികൾ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, അവർക്ക് അവിടെ അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും വിഷയമല്ലാത്തത്. അവിടെ നാഷണാലിറ്റി വിഷയമല്ല, രാജ്യസ്നേഹം പ്രശ്നമല്ല, രാഷ്ട്രം എന്ന സങ്കല്പമില്ല, തദ്ദേശീയമായ ഒന്നും നിങ്ങൾക്കില്ല. ഞങ്ങളുടെ വിഷയം എന്താണ്? ഞങ്ങളുടെ വിഷയം ജിഹാദാണ്. വിശുദ്ധ യുദ്ധം നടത്തി ഇതിനെ വിശുദ്ധ നാടാക്കി മാറ്റുക. എന്താ വിശുദ്ധ നാടിന്റെ അടിസ്ഥാനം? ഖുറാനാണ്. ഖുറാന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിശുദ്ധ നാട് സ്ഥാപിക്കണം. ഇതേപോലെയാണ് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത്. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കണം. ഇതിന് ഈ രണ്ട് സങ്കല്പങ്ങളും കൂടെ ചേരുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതിൽ ആര് എന്താണ് പറയുന്നത് സസ്റ്റെയിൻ ചെയ്താലും അല്ലെങ്കിൽ ആര് സർവൈവ് ചെയ്താലും മറ്റുള്ളതിനെ ഇല്ലാതാക്കിയിട്ടുള്ളതാണ് ചരിത്രം. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒന്നും കമ്മ്യൂണിസം ഇല്ല, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഒന്നും ഇസ്ലാമും ഇല്ല. ഇതൊരു ഒരു പരസ്പര വൈരുദ്ധ്യമുള്ള ദ്വന്ദ്വമാണ്. പക്ഷെ അവരിപ്പോ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോവുകയാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന പ്രകൃതി നിയമം വരുമ്പോ ഇതിൽ ഒരാൾ ഇല്ലാതെയാകും. ലോകത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും കമ്മ്യൂണിസം വെച്ച് പൊറപ്പിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജ്ജദ് സഹീർ, അദ്ദേഹത്തെ അവിടെ നിന്ന് തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇടപെട്ട് അദ്ദേഹത്തെ മോചിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊൽക്കത്തയിൽ കൊണ്ടുവരികയും അദ്ദേഹമാണ് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ ഇപ്റ്റ എന്ന സംഘടന ഉണ്ടാക്കി അതിന്റെ തലവനായി ഇവിടെ അവസാന കാലം വരെ ഇന്ത്യയിൽ താമസിക്കുകയായിരുന്നു. ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞു പോയ ആളാണ്. പക്ഷെ അവിടെ ചെന്ന് തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെല്ലാം ഇവിടെ പോയി നെഹ്റുവിനെ കണ്ട് നെഹ്റു ഇടപെട്ട് അന്നത്തെ സർക്കാരിനോട് പറഞ്ഞ് ജിന്നയോട് ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ മോചിപ്പിച്ച് ഇവിടെ കൊണ്ടുവരികയായിരുന്നു. അപ്പൊ അതാണ് പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനുണ്ടായ അനുഭവം. അപ്പൊ ഇങ്ങനെയാണ് ലോകത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകളെ കൊന്നു തള്ളിയ ഒരാളാണ് സദ്ദാം ഹുസൈൻ. അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് അറിയില്ല. അവര് സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ ഇന്ത്യയിൽ ഹർത്താൽ നടക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ ലോകത്തിലെങ്ങുമുള്ള ഇസ്ലാമിക തീവ്രവാദവും കമ്മ്യൂണിസവും തമ്മിലുള്ള ഒരു ബന്ധം. പക്ഷെ ഇന്ന് അവര് രണ്ടുപേരും തമ്മിൽ എങ്ങനെയാണ് കൈ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ടുപേരും ഒറ്റ ധാരണയിൽ അടിസ്ഥാനപരമായി അവർ ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. നാഷണാലിറ്റി അല്ലെങ്കിൽ ദേശീയത അല്ലെങ്കിൽ രാഷ്ട്രബോധം, ദേശഭക്തി എന്ന് പറയുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ആ ഒരു നിരാസത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഇന്നൊന്നാണ്. പക്ഷെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വളരാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം. ഇനി നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇടതുപക്ഷത്തിന്റെ വരുമാന സ്രോതസ് തകർക്കാൻ കഴിയില്ലേ? അവരും കൂടിയാണ് രാജ്യദ്രോഹ വാർത്തകൾ സൃഷ്ടിക്കാൻ പണം ഇറക്കുന്നത്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അല്ല, അങ്ങനെ ഈ വരുമാന സ്രോതസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ആഗോള ഫണ്ടിങ് എന്നുള്ളത് ഒരു പരിധിവരെ ഇല്ലാതെയായിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. പിന്നെ അവരെ ഇപ്പൊ ഫണ്ട് ചെയ്യുന്നത് ഇപ്പൊ നമുക്കറിയാം, എക്സ്ട്രീമിസ്റ്റ് ഇപ്പൊ നക്സൽബാരിയിൽ ഉണ്ടായ മൂവ്മെന്റിനെ ആദ്യമായിട്ട് നമുക്കറിയാം കൊൽക്കത്തയിലുള്ള ഒരു ഗ്രാമമാണ് നക്സൽബാരി എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് കനു സന്യാലിന്റെ നേതൃത്വത്തിൽ ഒരു സായുധ കലാപം ഉണ്ടായതിനെ പീക്കിംഗ് റേഡിയോ, ഇന്നത്തെ ബീജിംഗ് അന്ന് പീക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. പീക്കിംഗ് റേഡിയോയാണ് ഇന്ത്യയുടെ ചക്രവാളത്തിൽ വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് അത് റിപ്പോർട്ട് ചെയ്തത് ചൈനീസ് റേഡിയോ ആയിരുന്നു. അങ്ങനെയാണ് വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന ഒരു പ്രയോഗം അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടായി വരുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ചൈന വളരെ കൃത്യമായി ഫണ്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും ചൈന പക്ഷെ ഫണ്ട് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് എക്സ്ട്രീമിസ്റ്റുകളെയാണ് ഫണ്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, നമ്മളുടെ
ആ കേരളത്തിന്റെ നിലമ്പൂർ കാടുകളിൽ തുടങ്ങി നേപ്പാൾ വഴി ചൈനയിൽ അവസാനിക്കുന്ന റെഡ് കോറിഡോർ ഇന്നും പ്രബലമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് രാജ്യം നേരിടുന്ന ഏറ്റവും രണ്ടാമത്തെ വലിയ ഭീഷണിയായിട്ട്, മൂന്നാമത്തെ എനിക്ക് സംശയമുള്ളത് ഭീഷണിയായിട്ട് നക്സലിസത്തെ കരുതുന്നത്. അതൊരു കമ്മ്യൂണിസ്റ്റ് എക്സ്ട്രീമിസം ആണല്ലോ. അതിനെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മളുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ജനാധിപത്യത്തെ ഇപ്പോൾ ഒരു അടവ് നയമായിട്ടാണ്, അതും കൂടെ പറയണമല്ലോ. കമ്മ്യൂണിസ്റ്റുകൾ ജനാധിപത്യത്തെ അംഗീകരിച്ച അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണ്. അവരൊരിക്കലും ജനാധിപത്യവും കമ്മ്യൂണിസവും എന്നുള്ളത് രണ്ട് വിരുദ്ധ ചേരികളാണ്, ഒരിക്കലും തമ്മിൽ ചേരാത്ത, മുമ്പ് പറഞ്ഞതുപോലെ പാലും മോരും മുതിരയും പോലെ കിടക്കുന്ന രണ്ട് സാധനങ്ങളാണ് കമ്മ്യൂണിസവും ജനാധിപത്യവും. അതൊരു പക്ഷേ ഇന്ത്യയിൽ മാത്രമാണ് ആദ്യമായിട്ട് ആ ഒരു വിരുദ്ധത തമ്മിൽ ചേർന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് ഇന്ത്യയിലാണ്. ജനാധിപത്യവും കമ്മ്യൂണിസവും തമ്മിൽ ലോകത്ത് ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ച ഒരു നാട് കേരളമാണല്ലോ. അപ്പൊ ഇത് അവര് EMS അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു അടവ് നയം എന്ന ഭാഗമായിട്ടാണ് ഞങ്ങൾ ജനാധിപത്യത്തെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്, അല്ല ഞങ്ങളുടെ ലക്ഷ്യം, കമ്മ്യൂണിസ്റ്റുകളുടെ ലക്ഷ്യം ഭരണത്തിൽ വരലല്ല എന്നൊക്കെ EMS പറഞ്ഞിട്ടുണ്ട്. അത് പോയിക്കോട്ടെ. അപ്പോ ഈ ഭരണം നിലനിൽക്കുന്നിടത്ത് ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ചില വരുമാന സ്രോതസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ, ഞാൻ ഈ പറയുന്ന ജനറൽ പൊളിറ്റിക്സിലുള്ള CPI ഓർ CPM എന്ന രണ്ട് സംഘടനകളെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അവരുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ കാര്യത്തിൽ വളരെ വീക്കാണെന്നാണ് നമ്മളുടെ ഒരു അനുമാനം. പക്ഷെ മുമ്പ് ഞാൻ പറഞ്ഞ ആ റെഡ് കോറിഡോർ വഴി ഇന്ത്യൻ കമ്മ്യൂണിസത്തിന് ഫണ്ട് വരുന്നുണ്ട് സ്വാഭാവികമായും. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ വരുമാന സ്രോതസ് എന്നുള്ളത് ജിഹാദികളാണ്, അല്ലാതെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഈ പറഞ്ഞ എക്സ്ട്രീമിസത്തിലേക്ക് മാറിയപ്പോൾ ഫണ്ടുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ കൃത്യമായി ഫണ്ട് ചെയ്തിരുന്നു. അത് KGBയുടെ പേപ്പറുകളൊക്കെ പരിശോധിക്കുമ്പോൾ അറിയാം. ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അധികാരി ഇടനാഴികളിൽ KGBയുടെ നിരവധി സ്പൈമാർ പല നിർണായകമായ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ റെക്കോർഡ്സ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. പല അധികാരത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ചാരന്മാരെ KGB അന്ന് ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായി. ആ കാലഘട്ടമൊക്കെ ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് പക്ഷെ ഫണ്ട് വരുന്നത് ജിഹാദികളുടെ കയ്യിൽ നിന്നാണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് ഫണ്ട് വരുന്നത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകൾ പോലും അറിയാതെ ജിഹാദികൾ അവരെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ നമ്മളുടെ നോട്ട് നിരോധനം അടക്കമുള്ള നടപടികൾ ഈ ജിഹാദികൾക്ക് ഏൽപ്പിച്ച ആഘാതത്തിന്റെ ഒരു പങ്ക് കമ്മ്യൂണിസ്റ്റുകൾക്കും ഏറ്റിട്ടുണ്ട് എന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ ഒരു പെട്രോൾ ഇക്കോണമി ഓയിൽ ഇക്കോണമി എന്ന് നമ്മൾ പറയുന്ന ആഗോള ടെററിസത്തിന് ഫണ്ട് ചെയ്യുന്ന ഒരു ഓയിൽ ഇക്കോണമി ഇപ്പോഴും പ്രബലമാണ്. അത് സ്വാഭാവികമായും അതിനെ തകർക്കാൻ വളരെ പെട്ടെന്നൊന്നും സാധിക്കില്ല, എങ്കിലും അതിനെ കർബ് ചെയ്തിട്ടുണ്ട് ഒരു പരിധിവരെ. വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകൾക്ക് നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പല കാര്യങ്ങളും ഇപ്പോൾ കുറഞ്ഞത്. നമുക്കറിയാം, നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന പല മുഖ്യധാരാ മാധ്യമങ്ങൾ ആയാലും പലതും നഷ്ടത്തിലേക്ക് പോയിട്ടുള്ളതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം NDTV അടക്കമുള്ള ചാനലുകൾക്കുണ്ടായിട്ടുള്ള ഒരു അപജയം അതില്ല. ശരിക്കും അതൊരു അവർ മൊബൈൽ ജേർണലിസത്തിലേക്ക് പോലും വഴി മാറിയിട്ടുണ്ട്. നമുക്കറിയാം ബർക്കാദത്തൊക്കെ ഇപ്പൊ ഇന്ന് മൊബൈലുമായി തെരുവിൽ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളിലും കുഴപ്പം, അതിന്റെയൊക്കെ അസ്വസ്ഥതകളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് കാണുന്നത്. എന്തായാലും അതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ക്ഷമിക്കണം, ഞാൻ മ്യൂട്ട് ചെയ്തില്ല. മ്യൂട്ട് ചെയ്തില്ലായിരുന്നത്. സോറി, ക്ഷമിക്കണം. വൈ കമ്മ്യൂണിസ്റ്റ് ആർ കോളിംഗ് എവ്രി വൺ ഫാസിസ്റ്റ് വെൻ ഫാസിസം ഇസ് എ ലെഫ്റ്റ് ഐഡിയോളജി ആൻഡ് ഇറ്റ്സ് ഫൗണ്ടർ ഗയോവന്നി ജെന്റൈൽ ഇസ് എ ഹാർഡ് കോർ ലെഫ്റ്റിസ്റ്റ്. ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി തന്നെയാണ് ഫാസിസം. പക്ഷെ അവർ ഈ വാക്ക് നമുക്കെതിരായിട്ടാണ് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട്. അതെന്തിനാണെന്നാണ് പ്രേക്ഷകന്റെ ചോദ്യം. അല്ല, അതിപ്പോ നമ്മൾ ഈ ഉത്സവ പറമ്പിലെ പോക്കറ്റടിക്കാരുടെ മാനസികാവസ്ഥ മാത്രമേ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. പോക്കറ്റ് അടിച്ചിട്ട് ഓടുന്നവൻ പോക്കറ്റടിക്കാരൻ വരുന്നത് എന്ന് വിളിച്ചുകൊണ്ട് മുൻപിൽ ഓടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ, അതിനെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോ അതിനെ. കാരണം മേക്കേഴ്സ് ആണ് എപ്പോഴും ഈ പറഞ്ഞ ആൾക്കാര്. അപ്പൊ നമ്മളിലുള്ള ഒരു കാര്യം മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇപ്പൊ ഞാൻ അതിന്റെ ശാസ്ത്രീയമായ ഘടകങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഞാനൊരു ജനറൽ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്താണോ എന്നിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ ആരോപിക്കാൻ പറ്റുന്ന ഒരു കുറ്റം, അത് ഞാൻ മറ്റുള്ളവരിലേക്ക് ആരോപിച്ച്
എന്താ നമ്മൾ പറയാം, മണിച്ചിത്രത്താഴ് സിനിമയിൽ പറഞ്ഞിട്ടില്ലേ, നാഗവല്ലി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നാഗവല്ലിയുടെ രോഗം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരിൽ ആ രോഗം ആരോപിച്ച് മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥ ഫാസിസം എന്നുള്ളത് എന്താണെന്ന് ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ഫാസിസം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇറ്റലിയിൽ നിന്നാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോ ആ ഒരു സംഗതിയെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യക്കുരുതികൾ നടത്തിയിട്ടുള്ളത്, മനുഷ്യത്വരഹിതമായ നടപടികൾ നടത്തിയിട്ടുള്ളതൊക്കെ ഏത് പ്രത്യയശാസ്ത്രമാണ് എന്ന് പറയാതെ തന്നെ നമുക്ക് എല്ലാവരും പറയാം. അതുകൊണ്ട് ഫാസിസ്റ്റ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരാണ്. മുമ്പ് ഇവിടെ പറഞ്ഞു, സ്റ്റാലിന്റെ കാര്യം പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും വലിയ ഡിക്റ്റേറ്ററും എന്താണ് പറയുന്നത് കൂട്ടക്കുരുതിരാളുമായിരുന്നു സ്റ്റാലിൻ. ആ സ്റ്റാലിനെ ആരാധിക്കുന്ന ലോകത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. അപ്പൊ CPIM ആണ്. ഇന്ന് സ്റ്റാലിന്റെ പടമുള്ള ഏക ഓഫീസ് എന്നുള്ളത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലുള്ള AKG സെന്റർ ആകണം, അല്ലെങ്കിൽ നമ്മളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളൊക്കെയാണ്. അപ്പൊ ആരാണ് യഥാർത്ഥ ഫാസിസ്റ്റ് എന്നുള്ളവരുടെ നടപടികൾ കൊണ്ട് മനസ്സിലാകും. അതിന് മുമ്പ് പറഞ്ഞ ഒരു സിമ്പിൾ ലോജിക്ക് കൊണ്ട് നമുക്ക് അതിനെ ചെറുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ എന്താണ് ലക്ഷണം തികഞ്ഞ ഫാസിസം എന്നുള്ളതിനെയൊക്കെ പറ്റി ഡിബേറ്റുകൾ ധാരാളം നടക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചേരുന്നത് ആർക്കാണ് എന്ന് കാലം തെളിയിച്ചിട്ടുമുള്ളതാണ്. അടുത്ത നമ്മുടെ വേറെ ചോദ്യമാണ്, നമ്മുടെ പ്രവർത്തകർ വാഹനങ്ങൾ ഇടിച്ച് മരിക്കുന്നു, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കാരണം ഇത് നമ്മുടെ ഫേസ്ബുക്ക് ചർച്ചാ വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള ന്യൂസ് വരുമ്പോൾ നിരവധി സംശയങ്ങൾ ഇങ്ങനെ ഉയരുന്നുണ്ട്. സന്ദീപ് ജി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കമന്റ്സ് ഒക്കെ? ഇപ്പൊ പറയാനൊക്കില്ലല്ലേ, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കൊണ്ട്. അല്ല, എനിക്ക് അതിനകത്ത് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണുള്ളത്. അത് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കണത്, എന്നെ പലരും ഇങ്ങനെ ഫോൺ ചെയ്തിട്ടൊക്കെ ചോദിക്കാറുണ്ട്, നമ്മുടെ അയാൾ അവിടെ മരിച്ചു, നമ്മുടെ ഇയാൾ ഇവിടെ മരിച്ചു, നമ്മൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഞാൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, ഈ വിളിക്കുന്ന പല ആൾക്കാരും വിദേശത്ത് നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്റെ ചോദ്യം, ഈ മരിച്ച ആളുടെ ബന്ധുക്കൾക്ക്, മരിച്ച ആളുടെ സുഹൃത്തുക്കൾക്ക്, മരിച്ച ആളുടെ നാട്ടുകാർക്ക് ഈ സംശയമുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ തിരക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നടക്കുന്ന എല്ലാ ആക്സിഡന്റുകളും ദുരൂഹമാണ് എന്ന് പറഞ്ഞ് ഞാൻ സൗദി അറേബ്യയിലോ ദുബൈയിലോ ഇരുന്ന് പറഞ്ഞിട്ട് കഥയില്ലല്ലോ. ഇപ്പോ ഞാൻ നാളെ ആക്സിഡന്റിൽ മരിച്ചാൽ അതിൽ ആദ്യം സംശയം അല്ലെങ്കിൽ ദുരൂഹത ആരോപിക്കേണ്ടത് എൻ്റെ ബന്ധുക്കളോ എൻ്റെ നാട്ടുകാരോ എൻ്റെ സുഹൃത്തുക്കളോ ആണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആദ്യം പോലീസിൽ പരാതി കൊടുത്ത്, അങ്ങനെ എത്രയിടത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മൾ പല പേരുകളും പറയാറുണ്ട്, ഞാൻ ആ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല. എനിക്കറിയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല മരണങ്ങളും. ആ മരണങ്ങളിൽ എത്രയിടത്ത് അന്വേഷണം നടക്കുന്നുണ്ട്? ഇതെല്ലാം ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തിരുവനന്തപുരത്തെ BJPയുടെ കാര്യാലയത്തിലിരുന്നോ, ആസ്ഥാനത്തിരുന്നോ, അല്ലെങ്കിൽ RSSന്റെ എളമക്കരയിലെ ആസ്ഥാനത്തിരുന്നോ ആരെങ്കിലും ഒരു പരാതി കൊടുക്കേണ്ട വിഷയങ്ങളാണോ ഇത്? അല്ല. ഇതിനകത്ത് അങ്ങനെ ദുരൂഹത തോന്നുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ കുടുംബാംഗങ്ങൾ, ആ ബന്ധുക്കൾ, ആ നാട്ടുകാർ, അവരാണ് പോലീസിൽ പരാതിപ്പെട്ട് അതിനൊരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി അതിന്റെ പിറകെ നിൽക്കണം. അല്ല നമ്മൾ ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരാൾ മരിച്ചു, വീണ്ടും നമ്മുടെ നേതൃത്വം കണ്ണു തുറക്കുന്നില്ല, ഇവന്മാരൊക്കെ എന്ത് ചെയ്യുകയാണ്, നേതൃത്വത്തെ പിരിച്ചുവിടൂ എന്നൊക്കെ ലൈനിലാണ് നമ്മളുടെ പ്രതികരണം. അതൊരു ഓവർ എക്സൈറ്റ്മെന്റ് എന്നോ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്ന ഒരു ഓവറായിട്ടുള്ള ഒരു ആക്ടിവിസത്തിന്റെ ഭാഗമായി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എതിരഭിപ്രായമുള്ളവർ, ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം ഇഷ്ടപ്പെടാത്തവർ ഒത്തിരി പേരുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നു, അതൊരു ഓവർ ആക്ടിവിസമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, എറണാകുളത്ത് ഒരാൾ വണ്ടി ഇടിച്ച് മരിച്ചുവെങ്കിൽ അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഉണ്ടാകുമല്ലോ, അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടാകുമല്ലോ, അദ്ദേഹത്തിന് സഹോദരങ്ങൾ ഉണ്ടാകുമല്ലോ, അദ്ദേഹത്തിന് അടുത്ത സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, നാട്ടുകാർ, അവരെവിടെ പോയി? അവർക്ക് എന്തുകൊണ്ടായി സംശയമില്ലാത്തത്? നമ്മൾ അതല്ലേ ആദ്യം ചിന്തിക്കേണ്ടത്. ഈ സംശയം ഉന്നയിച്ച് ഏതെങ്കിലും ഒരു മാതാപിതാവ് വന്നിട്ടുണ്ടോ, എന്റെ മകൻ മരിച്ചതിനകത്ത് എനിക്ക് സംശയമുണ്ട്? ഏതെങ്കിലും ഒരു സഹോദരൻ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സഹോദരി വന്നിട്ടുണ്ടോ, എന്റെ സഹോദരൻ മരിച്ചതിൽ ദുരൂഹതയുണ്ട്, അന്വേഷിക്കണം? നമ്മൾ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. നമ്മളുടെ എല്ലാ വാഹനാപകടങ്ങളും ഉണ്ടായ പലരുടെയും വീടുകളും നമ്മുടെ നേതാക്കന്മാർ സന്ദർശിച്ചിട്ടുണ്ട്. ചെന്നപ്പോഴൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ ദുരൂഹത ഉണ്ടെങ്കിൽ ആദ്യം ഉയർന്നു വരേണ്ട ആ നാട്ടുകാരിൽ നിന്നാണല്ലോ ആവശ്യം. ഇതിനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് മാരാർജി ഭവനിൽ ഇരുന്നിട്ട് ശരി വാഹനാപകടം ഉണ്ടായി ഉടനെ തന്നെ ഒരു കെ സുരേന്ദ്രൻ നാളെ ഒരു വാർത്താ സമ്മേളനം നടത്തി അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കി അത് ദുരൂഹത ഉണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ പ്രാദേശികമായ അർത്ഥത്തിന് മാത്രം എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എതിരഭിപ്രായം ഉണ്ടാകട്ടെ. റെഡ് കോറിഡോറിനോട് ഇന്ത്യൻ സർക്കാരിന്റെ മദ്യ സമീപനം എന്തുകൊണ്ട്? അടിച്ചമർത്താൻ പാടില്ലേ?
എത്ര പാരാമിലിറ്ററി ജവാന്മാർ കൊല്ലപ്പെടുന്നു? എനിക്ക് അതിന്റെ ഇപ്പൊ വ്യക്തമായ കണക്ക് എന്റെ കയ്യിലില്ല, ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വരുമെന്ന് അറിഞ്ഞില്ല. എങ്കിൽ പോലും നക്സലിസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് 2014 ശേഷമാണ്. അതിന്റെ കൃത്യമായ കണക്കുകളുണ്ട്. ഇന്ത്യയിലെ ഈ അടുത്ത റീസെന്റ് ആയിട്ട് ഒരു 2-3 വർഷത്തിനിടയിൽ സംഭവിച്ചുള്ള ഏറ്റവും വലിയ അറ്റാക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം ദന്തേവാഡയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വളരെ എന്താ പറയുന്നത്, ഒരു നട്ടലൊടിഞ്ഞ അവസ്ഥയിലാണ് ഇന്ത്യയിലെ നക്സലിസം എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. വിത്തിൻ നോ ഫ്യൂച്ചർ അല്ലെങ്കിൽ വിത്തിൻ നോ ടൈം അത് ഇല്ലാതാവുക തന്നെ ചെയ്യും. കാര്യം അത് ഈ പറഞ്ഞതുപോലെ അതിന്റെ ഒരു അവസാന ലാപ്പ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റീല് മാത്രമാണത്. വളരെ കാര്യം അവിടെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ ഈ നക്സലിസത്തിന്റെ ഒരു കാര്യം എന്നുള്ളത് സാമൂഹ്യമായ ഒരു അസന്തുലിതാവസ്ഥയിൽ നിന്നുകൂടി ഉടലെടുക്കുന്നതാണ് ഈ നക്സലിസം ഒക്കെ. അവിടങ്ങളിലൊക്കെ വികസനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ചുവടുവയ്പ്പുകൾ. വലിയ ചുവടുവയ്പ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ നക്സലിസം ഏറ്റവും കൂടുതൽ എന്നുള്ളത് ഛത്തീസ്ഗഡിലാണ്. ആ ഛത്തീസ്ഗഡിലെ തന്നെ ദണ്ഡകാരണ്യ വനത്തിലാണ് ഈ നക്സൽ കാര്യങ്ങൾ കൂടുതലും ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ആ ദണ്ഡകാരണ്യ വനങ്ങളിൽ പോലും കടന്നു ചെന്ന ഒരു വികസനം നടപ്പാക്കിയ ആളായിരുന്നു ഡോക്ടർ രമൺ സിംഗ്. അതുകൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായ 3 വർഷം ഛത്തീസ്ഗഡ് ഭരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഐഡിയ ആയിരുന്നു ഈ ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഉൾപ്പെടെ. അദ്ദേഹത്തെ ഛത്തീസ്ഗഡിൽ ചാവൽ ബാബ എന്നാണ് വിളിക്കുന്നത്. ആ വനാന്തരങ്ങളിൽ താമസിക്കുന്ന വനവാസികൾക്ക് അരിയും ഉപ്പും എണ്ണയും എത്തിച്ച വലിയൊരു വിപ്ലവം നടപ്പാക്കിയ ആളായിരുന്നു രമൺ സിംഗ്. അതിന്റെയൊക്കെ ഭാഗമായി വലിയ തോതിൽ ഒരു എന്താണ് പറയുക, നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഒരു 25-30% ഇന്നുള്ളൂ നക്സലിസം. പക്ഷെ അതിന് ഈ പറഞ്ഞതുപോലെ ആഗോള ഫണ്ടിങ് വരുമ്പോൾ സ്വാഭാവികമാണ്. അപ്പൊ ആഗോള ഇസ്ലാം തീവ്രവാദം പോലെ തന്നെയാണ്. ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ടെറർ ആണത്. അതൊരു ഇന്ത്യയിൽ മാത്രം നക്സൽ എന്നുള്ളത് നമ്മൾ വിളിക്കുന്നത് ഇന്ത്യയിലാണ് എങ്കിൽ പോലും അത് മാവോയിസം എന്ന പേരിലാണ് ലോകം മുഴുവൻ അറിയപ്പെടുക. മാവോയിസ്റ്റുകളാണ് അവര്. ആ മാവോയിസ്റ്റുകൾക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. അന്താരാഷ്ട്ര ഫണ്ടിങ് ഉള്ള ഏജൻസികളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ ലോങ് പ്രോസസ് ആണ്. ഭാഗമായിട്ട് എന്തായാലും ഇന്ന് ഇന്ത്യയിലുള്ളതിന്റെ പകുതിയിൽ താഴെ മാത്രമേ നക്സലുകൾക്ക് ശക്തിയുള്ളൂ എന്ന് മനസ്സിലാക്കും. അടുത്ത, Communist Party have been trying to destroy Shabarimala since they came to power in Kerala in 1957. What is your take on that? അത് ഒരു പരിധിവരെ ശരിയാണ്. അതായത് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആദ്യമായി അധികാരത്തിലെത്തിയത് ശരിക്കും ശബരിമലയുടെ പേരിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം പട്ടംതാണു പിള്ളയുടെ കാലഘട്ടത്തിന് മുൻപായിരുന്നു ശബരിമല തീവെപ്പ് ഉണ്ടായത്. അപ്പൊ പല സർക്കാരുകളും അന്ന് തന്നെ അതിനകത്ത് കേശവമേനോൻ കമ്മീഷൻ ആണെന്നാണ് എന്റെ ഓർമ്മ. അന്നത്തെ IG കേശവമേനോനെയാണ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്. ആ അന്വേഷണ റിപ്പോർട്ട് പട്ടംതാണുപിള്ള അടക്കമുള്ള മന്ത്രിസഭയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും പബ്ലിഷ് ചെയ്യാൻ തയ്യാറായിട്ടില്ലായിരുന്നു. പക്ഷെ 1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ LDFന്റെ, അന്ന് LDF ഇല്ല, CPIയുടെ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം, ഞങ്ങൾ വന്നാൽ ശബരിമല തീവെപ്പ് നടപടി ഉണ്ടാകും, റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുമെന്നായിരുന്നു. അത് അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പക്ഷെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ട് പിൻവലിച്ചു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചെയ്ത ദ്രോഹം. അവർ ഒരു തവണ അത് ടേബിൾ ചെയ്തു. അത് ടേബിൾ ചെയ്തതോടുകൂടി ഈ കേരളത്തിൽ വലിയ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ വലിയ വിവാദം ഉണ്ടായി. വിവാദം ഉണ്ടായതോടുകൂടി ആ റിപ്പോർട്ടുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് അന്നത്തെ മന്ത്രിസഭ നിയമസഭാ അംഗങ്ങളിൽ തന്നെ തിരികെ വാങ്ങിച്ചു എന്നാണ് ചരിത്രം. അത് അതിന്റെ ഒരു കോപ്പി അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടാകും, ഓൺലൈനിൽ ലഭ്യമാണ്. ഇപ്പൊ അത് ആർക്കൈവിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ റിപ്പോർട്ടുകളും അവർ പിൻവലിച്ചു എന്നുള്ളത് സത്യമാണ്.